അയോധ്യയിലെ രാമനിലൂടെ സംഘപരിവാരം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് എങ്ങനെയോ അതുപോലെ ആണെന്ന് തോന്നുന്നു അയ്യപ്പ സംഗമത്തിലൂടെ സംസ്ഥാനത്തെ ഭരണം ഉറപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. എത്രമാത്രം സാംസ്കാരികവും ചരിത്രപരമായൊരു അധപ്പതനമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അയ്യപ്പ സംഗമം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ പ്രമുഖ ചിന്തകൻ സണ്ണി കവിക്കാടുമായി ഈ കാര്യം ചർച്ച ചെയ്യുന്നു. സർ, ആഗോള അയ്യപ്പ സംഗമം അതിലെ ആഗോളം തന്നെ ഒരു പരിഹാസ്യമായൊരു കാര്യമല്ലേ? എവിടെയാണ് ഇത്രമാത്രം രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പനെ കാണാൻ ആളുകൾ വരുന്നത്? അയ്യപ്പൻ എന്നത് ഒരു ആഗോള പ്രതിഭാസമാണെന്ന് സ്ഥാപിക്കേണ്ടത് അയ്യപ്പനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ആവശ്യമാണ്. യഥാർത്ഥത്തിൽ വളരെ അത്യപൂർവമായിട്ട് പുറത്തുനിന്നുള്ള മലയാളികളൊക്കെ വരുന്നുണ്ടെന്നുള്ളതല്ലാതെ ഇതൊരു ആഗോള പ്രതിഭാസമൊന്നുമല്ല. പക്ഷെ ആണെന്ന് പറയണം, ഇതൊരു വലിയ സംഭവമാണെന്ന് പറയണം. ഇത് അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന കാര്യം. അത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ പതിനായിരക്കണക്കിന് അവിടുത്തെ സ്വദേശികൾ ഇങ്ങോട്ട് അയ്യപ്പ സംഗമത്തിന് അയ്യപ്പനെ തൊഴാൻ വേണ്ടി വരാൻ എല്ലാവർക്കും അറിയാം, അവർ വരുന്നില്ല. പക്ഷേ നമ്മൾ ആഗോള സംഗമം നടത്തുള്ളൂ. ഇതിനൊരു ഡയമെൻഷൻ കൂട്ടാനോ ആഗോള നിക്ഷേപ സംഘം, ആഗോള കേരള ലോക കേരള സഭ എന്നൊക്കെ പറയുന്ന പോലെ ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്ന് മറ്റുള്ളവരുടെ പൊടിയിടാനായിരിക്കും അല്ലേ? സ്ഥാപിക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് ആഗോള അയ്യപ്പ സംഭവം. ഈ സംഗമത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഗവൺമെന്റ് ചില വിശദീകരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, നമ്മളത് മറന്നു പോകരുത്. ഇത് വളരെ റീസെൻ്റായ വളരെ വിഗ്രസായ ഒരു ഹിസ്റ്ററിയുള്ള സ്ഥലമാണ് അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം ആഗോള അയ്യപ്പ സംഗമം ഒരു സൈഡിൽ നടക്കുമ്പോൾ വാവര് എന്ന് പറയുന്ന ഒരു കഥാപാത്രം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണെന്നാണ് ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ അത് വാവരല്ല, മറ്റൊരു ഹിന്ദു ദൈവമാണെന്നുള്ള പ്രചാരണവും കേരളത്തിൽ ശക്തമാണ്. അതെ അതെ, പുതിയൊരു ആഖ്യാനം കൊണ്ടുവരിക, ആ ആഖ്യാനത്തെ പിന്നെ അനുഷ്ഠാനമാക്കി മാറ്റുക. അനുഷ്ഠാനമാണെങ്കിൽ പിന്നെ അത് പവിത്രമായി, പിന്നെ ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്താൽ അവരുടെ വ്രണം നേരെ വ്രണപ്പെടും, പിന്നെ അത് പ്രശ്നമാണ്. ഞാൻ ആ നിലക്കൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പണ്ടേ കാലത്ത് 2000 EMSന്റെ ഒക്കെ കാലത്ത് ഈ യുക്തിവാദത്തെ എതിർക്കാൻ വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അവതരിപ്പിച്ച ഒരു സാധനമുണ്ട്. ഞങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിതവും ചരിത്രപരമായ ഭൗതികവാദത്തിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഭൗതികവാദ യുക്തിവാദത്തെ എതിർക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ വർഗസമരപരമായ കാര്യങ്ങളിലൂടെയൊക്കെയാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ നിശ്ചയിക്കുന്നതെന്നും അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായ ഇവിടുത്തെ ജാതി പ്രശ്നങ്ങളൊക്കെ മതപ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടുമെന്നൊക്കെ അപ്പോൾ അവതരിപ്പിക്കപ്പെടും പറഞ്ഞ് EMSന് 2 പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്. സത്യത്തിൽ അത്തരം ഒരു അവകാശവാദത്തിൻ്റെ പരിഹാസ്യതയല്ലേ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഇതിലൂടെ കാണുന്നത്? അതെ, അങ്ങനെ ഒരു അവകാശവാദം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. മാർക്സിസ്റ്റ് ഐഡിയോളജിക്കകത്ത് അത് മതവിരുദ്ധമായ ഒരു സംഗതിയല്ല എന്നത് അവർ പറയുന്നൊരു സത്യമാണ്. കേവലം മതവിരുദ്ധതയല്ല. യുക്തിവാദം എന്നത് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു സംഭവമല്ല. നിരീശ്വരവാദം എന്ന് പറയുന്നവയാണെങ്കിൽ ഈ പറയുന്ന വിശ്വാസമായിട്ട് ബന്ധിപ്പിച്ച് അങ്ങനെ പറയാം. യുക്തിവാദം എന്നത് ആധുനിക മനുഷ്യന്റെ ലക്ഷണമാണ്. ലക്ഷണമാണത്. അപ്പോൾ ആ യുക്തിവാദം എന്ന് പറയുന്നത് സാമൂഹ്യമായ ഒരു അപരാധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. നിരീശ്വരവാദത്തിന്റെ പ്രശ്നം വിശ്വാസിയായിട്ട് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറയാം. വിശ്വാസികൾ കൂടി ജീവിക്കാൻ അവകാശമുണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ പറ്റുന്നത്, പുറത്താക്കണമെന്ന് പറയാൻ പറ്റില്ല. ആ നിലക്ക് അത് ശരി തന്നെ. പക്ഷെ യുക്തിവാദം എന്നത് ശാസ്ത്രയുഗത്തിൽ മനുഷ്യന്റെ ഒരു ഗുണമായി കാണേണ്ടതിന് പകരം
യുക്തിവാദം എന്തോ അപകടം പിടിച്ചതാണെന്ന് പറയുന്നതിന്റെ ഇന്ത്യൻ കോണ്ടസ്റ്റിലാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പൊ EMS അത് അങ്ങനെ പറയുമ്പോൾ EMS കാണാതെ പോകുന്ന ഒരു കാര്യമാണ്. വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹം കാണാതെ പോകുന്നത്. ഏത് കാര്യവും അനുഷ്ഠാനപരമായി മാത്രം ചെയ്യുന്നൊരു സമൂഹമാണ് നമ്മുടേത്. ഈ സമൂഹത്തെ മുന്നോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ശാസ്ത്രയുക്തിക്കും മനുഷ്യന്റെ യുക്തി വിചാരത്തിനും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അതല്ലാതെ ഞങ്ങൾ ഇതിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരിക, ഏതിനെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത്. ആ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ അയ്യപ്പ സംഗമത്തിലൂടെയും അധ്യാപകരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന കുട്ടികളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് ഇവർ ഈ സംരക്ഷിച്ച് കൊണ്ടുവന്ന സംഗതികൾ അത് വേദാന്തമാണ്, വേദാന്തത്തിൻ്റെതാണ്. പക്ഷെ ഇന്ത്യൻ തത്വത്തിന്റെ ഒന്നും അല്ല. ഇന്ത്യൻ തത്വത്തെ വെച്ചും പറഞ്ഞ നാസ്തികവാദപരമായിരുന്നല്ലോ 6-7 അതും നമ്മൾ കാണാനാണ്. ഈ ബാക്കിയുള്ള എല്ലാ താത്വികമായ ചരിത്രധാരകളെയും പുറത്താക്കുകയും ഇന്ത്യ എന്നത് വൈദിക പാരമ്പര്യം മാത്രമുള്ളൊരു നാടാണെന്നുള്ള ആഖ്യാനം കൊണ്ടുവരുന്നത് സംസ്കാരം ഇത് കൊണ്ടുവരുന്നത് ശരിക്കും ഇന്ത്യ പഠനങ്ങളിലൂടെ, ഓറിയന്റലിസ്റ്റ് ഇന്ത്യ പഠനങ്ങളിലൂടെയും ദേശീയ പ്രസ്ഥാനത്തിനകത്തും ഒക്കെയാണ് ഈ സംഭവം രൂപപ്പെട്ടു വരുന്നത്. RSS നിർമ്മിച്ചതാണെന്നുള്ള റീസെന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. RSS 25 മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനും എത്രയോ വർഷം മുമ്പ് ഇന്ത്യ വൈദിക നാടാണെന്നുള്ളത്, വേദങ്ങളുടെ നാടാണെന്നുള്ളത് ഓറിയന്റലിസ്റ്റ് പണ്ഡിതർ ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ പണ്ഡിത ഭരണാധികാരികൾ ഇപ്പൊ നമ്മുടെ ലോകനൊക്കെ ആ ഗണത്തിൽപ്പെടും. അപ്പൊ അവരൊക്കെ നിർമ്മിച്ചെടുത്താണ്. അപ്പൊ അവരുടെ അവർ നിർമ്മിച്ചെടുത്ത ഇന്ത്യ ഭാവനയുടെ അടിത്തറയായിരിക്കുന്നത് ഈ ബ്രാഹ്മണിക്കൽ നോളജാണ്. ബ്രാഹ്മണിക്കൽ നോളജിന്റെ ഒരു പ്രത്യേകത, അത് നോളജായിട്ടല്ല നിൽക്കുന്നത്, അത് അനുഷ്ഠാനമായിട്ടാണ്. ബേസിക് ആയിട്ട് നമ്മളൊരു ആശയം കൊണ്ടുവന്നാൽ ആശയത്തെ വളരെ പെട്ടെന്ന് അനുഷ്ഠാനമാക്കുന്നു. അനുഷ്ഠാനത്തിന്റെ കുത്തക വരികയും പ്രവേശിപ്പെടും. പിന്നെ നമ്മൾ ആ അനുഷ്ഠാനം ഫോളോ ചെയ്യുന്നവർ മാത്രമായി ചോദ്യം ചെയ്യാതിരിക്കുകയും പവിത്രമാണ്. ദൈവത്തിന്റെ കാര്യമാണ്, ബ്രഹ്മജ്ഞാനമാണ്. അപ്പോ ഈ അടുത്ത ദിവസം ഏതൊരു ഫേസ്ബുക്കിൽ എന്തോ കുറ്റകൃത്യം ചെയ്ത ഒരാൾ വളരെ KCS മണി ബ്രാഹ്മണനായിട്ടുള്ള നമ്മുടെ ഭരണാധികാരിയെ വെട്ടി. അതുകൊണ്ട് പുള്ളി നരകിച്ചാണ് മരിച്ചത്. ഈ അടുത്ത ദിവസം ഒരു പൗത്രനായ ബ്രാഹ്മണനെ വെട്ടിയാൽ നമ്മളൊക്കെ അനുഭവിക്കും എന്നുള്ളൊരു മെസ്സേജായി ഈ കാലഘട്ടത്തിൽ അന്ന് പണി ചെയ്തത് ധീരകൃത്യവും ദേശാഭിമാനപരവും സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറഞ്ഞ കക്ഷികളാണ്. അതെ അവരിപ്പോ പറയണത് നിങ്ങൾക്ക് അനുഭവിക്കുന്നതാണ്, പറയരുത് എന്നുള്ളത്. അതിനകത്ത് ഇന്ത്യ പാരമ്പര്യം എന്ന് പറയുന്നത് വൈദിക മതത്തിന്റെ മാത്രം പാരമ്പര്യമല്ല, ഇത് വളരെ ശക്തമാണ്. ഇപ്പൊ ഭൗതികവാദപരമായ ധാരകൾ മാത്രമല്ല, ഇപ്പം ഈ പറഞ്ഞ ചാർവാക ദർശനത്തിലൊക്കെ കാണുന്ന ഭൗതികവാദപരമായ കാര്യങ്ങൾ മാത്രമല്ല, ബുദ്ധിസം, ജൈനിസം തുടങ്ങി നിരവധി സൈദ്ധാന്തിക ധാര ഇതിന് മുഴുവൻ ഒറ്റയടിക്ക് അപ്രസക്തമാക്കുകയും ഇന്ത്യ വേദങ്ങളാവണം സ്ഥാപിച്ചെടുക്കുകയും ഒരു പാണ്ഡിത്യത്തിനകത്താണ് യാതൊരു രാഷ്ട്രസങ്കല്പം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ട്. ഇപ്പൊ അവര് എല്ലാവരും അവതരിപ്പിക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടുത്തെ ശാസ്ത്രജ്ഞർ അടക്കമുള്ള ചില കക്ഷികൾ പറയുന്നതല്ല ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകാത്ത ഒന്നുമില്ലെന്നാണ്. ഇതാണത്. കാരണം ഇത് പവിത്രമായ ഗ്രന്ഥങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് മനുഷ്യനാവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ അത് പുറത്തൊന്നും അന്വേഷിക്കണ്ട. നമ്മൾ ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ ഇനി ഇതിലില്ലാത്തതൊന്നുമില്ല, വേറെ ഒന്നും പറയാനിങ്ങനെ പറയാറില്ലേ. നമ്മളെ വളരെ സെക്കുലർ എന്ന് തോന്നുന്ന പണ്ഡിതർ ഏറ്റവും മുഴുവൻ പറഞ്ഞ വാക്യാണ് രാജഗോപാൽ പറഞ്ഞത്. അതായത് മഹാഭാരതത്തിനകത്ത് ഇല്ലാത്തത് ഒന്നും പുറത്തില്ല, പുറത്തുള്ളതെല്ലാം ഇതിനകത്തുണ്ട് എന്ന് പറയുന്നത് ഇതിനെ പവിത്രവൽക്കരിച്ച് മഹത്വവൽക്കരിച്ച് സ്ഥാപിക്കുന്നത് നമ്മുടെ സെക്കുലർ പണ്ഡിത സമൂഹത്തിന് വലിയ പങ്കുണ്ട്. ഇതാണ് അതിന്റെ ട്രാപ്പ്.
അപ്പോൾ അല്ല, അത് ഉദാഹരണം പറഞ്ഞാലേ എനിക്ക് തോന്നുന്നത് 92 ബാബറി മസ്ജിദ് പൊളിക്കുന്ന കാലത്താണ് അഴീക്കോടിലെ തത്വമസി ഇറങ്ങുന്നത്. ഈ തത്വമസിയിലാണ് ഈ വേദാന്തത്തിന്റെ മോഹാത്മ്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് വന്നതും പിന്നീട് വന്നിട്ടുള്ള പല ബുദ്ധിജീവികൾ അടക്കം നമ്മുടെ സുനിൽ പിയുടെ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന വേദപാരമ്പര്യത്തിന്റെ മാഹാത്മ്യത്തെയും ഈ പറഞ്ഞ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വീണ്ടും 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 പറയുന്നത് ഇതിന് ഒറ്റ ഉപകരണമല്ലേ. അതൊക്കെ ഇന്ത്യയിലെ മുഖ്യധാര പണ്ഡിത സമൂഹം മുഖ്യധാര ടെക്സ്റ്റ് നോളജ് അതിൻ്റെ എല്ലാം ആണിക്കല്ലുകൾ കിടക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡോളജിസ്റ്റുകൾ എന്ന് പറയുന്നവർ നിർമ്മിച്ചെടുത്ത ഒരു പാരമ്പര്യ വ്യാഖ്യാനത്തെയാണ് ഇവർ പിൻപറ്റുന്നത്. അപ്പോൾ ഈ സുനിലടക്കമുള്ള ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട പണ്ഡിതർക്ക് പോലും അവരെല്ലാം ആശ്രയിക്കുന്നത് ഈ മുഖ്യധാര എഴുത്തുകളെ വലിയ ടെക്സ്റ്റുകളെയാണ്, വലിയ വലിയ ടെക്സ്റ്റുകൾ എന്ന് പറയുന്ന ടെക്സ്റ്റുകളെയാണ്. ഇതിനകത്ത് മുഴുവനും ഇതാ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് സുനിലിനെ പോലെയുള്ള ഒരുപക്ഷെ മാറിത്തീരാൻ സാധ്യതയുള്ളൊരു കാലത്ത് ജീവിച്ചിട്ടും ഈ രാമൻ ജഗദാനന്ദകാരകനാണെന്നുള്ള പഴയ സങ്കല്പം അദ്ദേഹത്തിന് കൈവിടാൻ കഴിയാത്തത്, അതായത് പുതിയ കാലഘട്ടം അദ്ദേഹത്തിന് പരിവർത്തനപ്പെടാൻ പറ്റില്ല. വ്യാഖ്യാനങ്ങളിലേക്ക് പഴയ വ്യാഖ്യാനങ്ങൾക്കകത്താണ് നിൽക്കുന്നത്. 1000-ലധികം രാമായണങ്ങളുണ്ട്. ഈ ഹിന്ദുത്വ ശക്തികൾ പറയുന്ന രാമായണം അക്രമണോത്സുകമായ രാമായണമാണ്. രാമായണത്തിന് വേറെ വേർഷൻ ധാരാളമുണ്ട്. അപ്പൊ അത്തരം വേർഷൻസ് ഉണ്ടാവും. പ്രാദേശിക രാമായണമുണ്ട്, വിദേശ രാമായണമുണ്ട്. അതേക്കുറിച്ച് വളരെ ഗംഭീരമാണ്. പുറത്തൊക്കെ രാമായണത്തിലെ ഓരോ കഥകൾ വേർഷൻസ് ഉണ്ട്. അതൊക്കെ നിലനിൽക്കെ തന്നെയാണ്. ഇത് അക്രമണോത്സുകമായ രാമായണം എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണമാണല്ലോ നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റ്. വാൽമീകി രാമായണം വളരെ വ്യക്തമായൊരു അക്രമണോത്സുകമായ ഒരു കൃതി കൂടിയാണ്. അതായത് ബ്രാഹ്മണനെയും ഗോക്കളെയും രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അഹിംസയെ കുറിച്ച് പറയുകയും അതേസമയം തന്നെ മുഖ്യശത്രുവിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രമേ പുതിയ രാജ്യം സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ആർക്ക് വേണ്ടി? ഗോവനും ബ്രാഹ്മണനും വേണ്ടി. അതെ ആണല്ലോ. എന്തിനാണ് ഹീനകൃത്യം ചെയ്തതെന്ന് വെച്ചാൽ ഗോക്കൾക്കും ബ്രാഹ്മണന്റെയും സൗഖ്യത്തിന് വേണ്ടിയാണ് തന്നെയാണ് പറയുന്നത്. അയോധ്യയിലെ ബ്രാഹ്മണരുടെ സൗഖ്യത്തെ കുറിച്ച് മാത്രമേ രാമായണം ചർച്ച ചെയ്യുന്നു. വേറെ ഇതിനൊന്നും ഇല്ലെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ശൂദ്രവരുള്ള വർണ്ണജാതി സമൂഹമായിരുന്നു അതെന്ന്. അപ്പൊ അതിനകത്തുള്ള ഭാവനകൾ പുസ്തകം എന്നവരൊക്കെ നമുക്ക് വായിക്കുകയോ ഭാവനകളെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യാം. ഇവരൊക്കെ ജീവിച്ചു വരുന്നവരാണെന്ന തരത്തിലാണെന്നേ കാര്യങ്ങൾ. അങ്ങനെ രാമൻ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന രാജാവാണ്. ഇയാള് ഭയങ്കര മാന്യനായ മനുഷ്യനായിരുന്നു, പ്രജാക്ഷേമ തൽപരനായിരുന്നു. അച്ഛൻ്റെ ധർമ്മത്തിന്റെ കർമ്മത്തിന്റെയും ഒക്കെ അവതാരം. അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഈ റെഡിൽ ഓഫ് രാമാൻ കൃഷ്ണ അംബേദ്കർ വ്യക്തമായി പറയുന്നു. അപ്പൊ ഇയാൾ കൊള്ളില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഇയാള് നമുക്ക് ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരാളേ അല്ല, അത്രയും ധാർമ്മിക ഔന്നിത്യമുള്ള ഒരു വ്യക്തിയല്ല എന്ന് തന്നെ അദ്ദേഹം രാമായണത്തിലെ പല സന്ദർഭങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു നോളജ് സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു അപകടം കിടക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ, ഇന്ത്യ വൈദിക പാരമ്പര്യത്തിന്റെ നാടാണെന്നും ഇന്ത്യയിലെ സംസ്കാരം ആർഷഭാരത സംസ്കാരമാണെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് ബ്രാഹ്മണ്യ അധികാരത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നിഷേധിക്കാനും അവർക്ക് കാണാൻ പറ്റത്തില്ല. അത് സ്വാഭാവികമായും പൂജാരി ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണനായിരിക്കണം എന്നുള്ളതൊരു അലിഖിതമാണ്. അതെ, അതൊരു അഖിലലോക സത്യമാണ്. അപ്പൊ അവിടെ ഒരു വിശ്വകർമ്മജനോ ഒരു പുലയനോ ഒരു പറയനോ ഒരു ഈഴവനോ ചെന്ന് ഞാൻ പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കണ്ടു നിൽക്കുന്നതിന് അതെന്തോ ഒരു അരുതാത്തത് നടക്കുന്നത് പോലെ. ഈ പറയുന്ന ശൂദ്രനും അങ്ങനെ തന്നെ വിചാരിക്കും. അവന്റെ ബോധമണ്ഡലത്തിൽ വരെ ഈ സാധനം അങ്ങനെ വന്നിട്ടുണ്ട്, അയാൾക്ക് പറ്റൂ. എല്ലാവരുടെയും സ്ഥലത്തുണ്ട്. ഞാനിപ്പോ ഒരു കർമ്മം പഠിച്ചതാണ്, തന്ത്രം പഠിച്ചതാണ്. അപ്പോൾ ഒരു ഈഴവൻ ശബരിമലയിൽ മേൽശാന്തിയാണ് അപേക്ഷ കൊടുക്കുന്നു. അപ്പോൾ സർക്കാർ പറയുന്നതിന് മറുപടി, ദേവസ്വം ബോർഡ് തിരിച്ചു കൊടുക്കുന്ന മറുപടി, നിങ്ങൾ മലയാളി ബ്രാഹ്മണനല്ലാത്തത് കൊണ്ട്
നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ സ്വീകരിക്കില്ല. പല പ്രാവശ്യം നമുക്ക് ഇല്ല, ഈ സാധനം എന്താണ്, സ്റ്റേറ്റാ പറയുന്നത്. മനുഷ്യരെന്തെങ്കിലും പറയട്ടെ, അതെ, സ്റ്റേറ്റ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം എന്നല്ല, സെക്യുലർ സ്റ്റേറ്റ്, സെക്യുലർ സ്റ്റേറ്റ് ആണ്. അതിന് അതിൻ്റെതായ പ്രിൻസിപ്പിൾസ് വേണമല്ലോ. ഇന്ത്യയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന അധികരിക്കുന്ന ഒരു സ്ഥാപനവും ചെയ്യത്തില്ല, പാടില്ല എന്നാണ്. ഉണ്ടായിരിക്കാം, പക്ഷെ പാടില്ല. അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തില്. അതെ. അപ്പൊ അതിനകത്ത് ഒരു തരത്തിലുള്ള വിവേചനം പൗരന്മാർക്കിടയിൽ പാടില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എല്ലാവരും അത് ചെയ്യുന്നില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. പക്ഷെ സ്റ്റേറ്റ് ഷുഡ് ഡു, സ്റ്റേറ്റ് ചെയ്തേ പറ്റും. നമ്മൾ തമ്മിൽ വിവേചനം കാണിച്ചെന്നിരിക്കും വ്യക്തികളെ. സ്റ്റേറ്റിന് മുന്നിൽ വന്നാൽ ഈ അനീതി ഇവിടെ നടക്കില്ല. അതിന് പകരം രാജഗോപാലിന് അപേക്ഷ അയക്കാൻ അവകാശം ഇല്ലെന്ന് സ്റ്റേറ്റ് പറയുന്നു, എനിക്ക് അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് തന്നെ മുൻകൈയെടുത്ത് വിവേചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അന്നേരം നമുക്ക് കോടതി പോകേണ്ടി വരുന്നത്. അപ്പൊ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് കോടതിയിലും പ്രവർത്തിക്കുന്നത്. കോടതി 45% ബ്രാഹ്മണ. ഇതിനു മുൻപ് ഒത്തിരി ബ്രാഹ്മണ ജഡ്ജിമാര് മക്കളും അവര് ജഡ്ജിമാരായതിനു ശേഷം പിരിയുമ്പോൾ അവരുടെ മക്കളൊക്കെ അടുത്ത ജഡ്ജിമാരാകുന്ന നിരവധി സംഭവം കാണാൻ പറ്റും. അപ്പൊ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ ഏതോ ഒരു ബന്ധു മഹാരാഷ്ട്ര സുപ്രീം കോടതിയിലേക്ക് കിട്ടി. അത് വലിയ ചർച്ചയായി ഇന്ത്യക്കകത്ത്. ഗവായിസ് ദളിത്. അതാണ് അതിന്റെ പ്രശ്നം. ബ്രാഹ്മണര് വംശപാരമ്പര്യത്തിൽ അപ്പൻ പോവും മകൻ വന്നാൽ ആരും അസ്വസ്ഥപ്പെടില്ല. ദളിതരോ പിന്നോക്കരോ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നി ഇന്ത്യയുടെ ഈ പാരമ്പര്യത്തെ ചോദ്യം ചെയ്ത ഒരേ ഒരാൾ അംബേദ്കറാണ്. വളരെ കൃത്യമായിട്ടും ഈ പറഞ്ഞ ഇൻഡോളജി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓറിയന്റലിസത്തെ തകർത്തിട്ട് ഇന്ത്യൻ വേദ പാരമ്പര്യത്തെ തകർക്കുകയും ബൗദ്ധ ജൈന താല്പര്യങ്ങളെ ദാർശനികമായിട്ടും താത്വികമായിട്ടും പ്രായോഗികമായിട്ടും ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇടതുപക്ഷങ്ങളോ അല്ല അതുപോലെ മുമ്പേ പറഞ്ഞ ബുദ്ധിജീവികളോ അല്ല അഴീക്കോട് തൊട്ട് ഇങ്ങനെ വരെയുള്ള ആളുകൾ ഒരിക്കൽ പോലും അംബേദ്കറെ റെഫറൻസ് ആയിട്ട് അവരെടുത്തിട്ടില്ല. ഉണ്ടോ? അത് ശരിയായൊരു നിരീക്ഷണം. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിനകത്ത് ദീർഘകാലമായിട്ട് തന്നെ ഈ വൈദിക പാരമ്പര്യത്തെയും വൈദിക ജ്ഞാനവ്യവസ്ഥയും വെല്ലുവിളിച്ച വലിയൊരു പാരമ്പര്യത്തിലേക്കുണ്ട്. അത് ഏറെക്കുറെ സമഗ്രമായി തുടങ്ങുന്നത് ബുദ്ധനിൽ നിന്നാണെന്ന് പറയാം. അല്ല, ഒത്തിരി കാലാമൻ തൊട്ടുള്ള ഒരു വലിയ പാരമ്പര്യമുണ്ട്. അത് ആധുനിക കാലത്ത് ഏറ്റവും ഏറെക്കുറെ സമഗ്രമായി രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടി വിഷയം ഉന്നയിച്ചത്, താത്വികമായി ഉന്നയിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇവിടെ വി രാമസ്വാമി നായ്ക്കർ ദ്രാവിഡ രാജ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹാരാഷ്ട്രയില് ജ്യോതിബ ഫൂലെ അദ്ദേഹം ബാലിയുടെ രാജ്യം വരണമെന്ന് പറയുന്നു. അത് ഏറെക്കുറെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ താത്വികമായും ലോജിക്കലായും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഏറെക്കുറെ സമഗ്രമായിട്ടുള്ള ഒരു രാഷ്ട്ര സങ്കല്പം തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അതാണ് അംബേദ്കർ ഇപ്പോഴും വളരെ ഘനപ്പെട്ട ഒരു മൂല്യമായി ഈ ചിന്തകരെ സ്വാധീനിക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ഞാൻ പറയുന്നത് ഒരാൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചിന്തകൻ എന്ന ഗണത്തിൽപ്പെടുന്നത് അതിന് ബേസിക് ആയ കാര്യം സ്റ്റേറ്റിനെ സംബന്ധിച്ചൊരു സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാർക്സ് അല്ലെങ്കിൽ എംഗൽസ്, ലെനിൻ ഇവരൊക്കെ രാഷ്ട്രീയ ചിന്തകരാണെന്നുള്ള ഒരു പരിഗണന വരുന്ന ഒരു വാട്ട് ഈസ് സ്റ്റേറ്റ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഗാന്ധി ഒരു രാഷ്ട്രീയ ചിന്തകനാകുന്നത് വാട്ട് ഈസ് സ്റ്റേറ്റ് എന്ന ചോദ്യത്തിന് ഉത്തരമാക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് വാട്ട് ഈസ് സ്റ്റേറ്റ് എന്ന ചോദ്യത്തിന് ഉത്തരവും അത് പലപ്പോഴും പുറത്താണ്. അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന് നമ്മൾ എന്തായിട്ടാണ് ഭാവന ചെയ്യുന്നത്. ഇപ്പൊ മഹാത്മാഗാന്ധി ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യ യഥാർത്ഥം ജീവിക്കുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളെ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പരിഗണിച്ച് അതിൻ്റെ ഒരു കോർഡിനേഷനായിട്ട് ഇന്ത്യയെ ഭാവന ചെയ്യുന്നത്. അപ്പൊ അവരവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം. സ്വസ്ഥമായിട്ടാണോ ജീവിക്കുന്നത് വേറെ കാര്യം, പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്ര സങ്കല്പം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ വൈദേശികമായി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഗ്രാമത്തിനകത്ത് സ്വയം സമ്പൂർണമായി ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച്, അപ്പോൾ മനുഷ്യൻ ഒരു ലോക്കൽ ജന്തുവായി, ലോക്കൽ മൃഗമായി മാറുന്നുണ്ട് അവിടെ. വളരെ ലോക്കലായി മാത്രം ചില ഇടപാടുകൾ നടത്തുന്ന, വളരെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത, സ്വപ്നം കണ്ടാൽ തന്നെ അത് മറക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു ജന്തുവായിട്ടാണ് ഗാന്ധിയുടെ ഭാവനയിൽ. മാർക്സ് കണ്ടെത്തുന്ന ഒരു കാര്യം, സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റേറ്റ് ഒരു മർദ്ദനോപകരണമാണ്. അപ്പോൾ അത് ക്യാപിറ്റലിന്റെ ഉടമസ്ഥരായിട്ടുള്ള മുതലാളി വർഗം തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താനും ഉള്ള ഒരു മർദ്ദനോപകരണം. അത് നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് കടന്നിരുന്നിട്ട് കാര്യമില്ല. സ്റ്റേറ്റ് നമ്മൾ തകർക്കണം. പകരം മറ്റൊരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് എന്തായിരിക്കും എന്നുള്ളത് ശാസ്ത്രീയ സോഷ്യലിസം പ്രൊഫസർ എംഗൽസ് വിശദമായി പറയുന്നു. അത് ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുന്നതിലൂടെയാണ് സാധ്യമാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സംഭവമാണ് ലെനിൻ അപ്പോൾ അതിൽ ശരിതെറ്റുകളിലേക്ക് കടക്കാതെ തന്നെ അവർക്കൊരു രാഷ്ട്രസങ്കല്പം അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റി. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്, സ്റ്റേറ്റിനെ സംബന്ധിച്ച്. സ്റ്റേറ്റ് എന്നത് വേണം, ഒരു സ്ട്രോങ് ആയ സ്റ്റേറ്റ് വേണം. അതിൻ്റെ അഭാവത്തിൽ സമൂഹത്തിലെ പ്രബലൻ സമൂഹത്തിലെ ദുർബലനെ അടിച്ചമർത്തും എന്ന് പറഞ്ഞാലാണ് സമൂഹത്തിലെ അധികാര ബലതന്ത്രത്തിനകത്ത് ഒരു നടുക്ക് ഒരു പൊസിഷൻ എടുക്കുന്ന, നീതി വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അത്. പിന്നെ വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്നുള്ള ചോദ്യത്തിൽ ഇതിന്റെ വിശദീകരണമാണ് ഈ പറയുന്ന നീതിയുടെ വിതരണം. അപ്പോൾ അംബേദ്കറിന്റെ രാഷ്ട്രീയം ഗാന്ധിയിൽ നിന്ന് തികച്ചും ഭിന്നമായ, ഒരുപക്ഷെ ആധുനികമായ രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയ, ആധുനിക മനുഷ്യന്റെ നീഡ്സിന്, അവന്റെ ആവശ്യങ്ങളെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്. ഇപ്പൊ ഇന്ത്യ പോലെ വളരെ വിവേചനം നിലനിൽക്കുകയും ബഹിഷ്കരണം നിലനിൽക്കുകയും ചെയ്തൊരു സമൂഹത്തിനകത്ത് ജനാധിപത്യം വന്നാൽ എല്ലാവർക്കും പങ്കാളിത്തം ഗവൺമെന്റ് എന്ന അർത്ഥം അങ്ങനെയാണ് അദ്ദേഹം ഈ സംവരണം, ന്യൂനപക്ഷാവകാശം സംവരണം പോലും പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഔദാര്യമായിട്ടല്ല അതിനകത്ത്. അതിന് പറ്റിയൊരു പിഴവ് ഈ പറയുന്ന അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രസങ്കല്പം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്ന വിശദീകരണങ്ങളോ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ദർശനമായി മനസ്സിലാക്കാത്തത് കൊണ്ട് എല്ലാവർക്കും കുറച്ച് പങ്ക് കൊടുക്കുന്ന കാര്യമായിട്ടാണ് ഈ ന്യൂനപക്ഷ അവകാശത്തെ എടുക്കുന്നത്. ഈ പങ്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ എറർ എന്നാന്ന് ചോദിച്ചാൽ അംബേദ്കർ അത് അഭിസംബോധന ചെയ്യുന്നു, ഞാൻ തരാം, ഐ എം ദ ഓണർ. പണ്ട് തമ്പരാൻ ഇങ്ങനെ അത് വീണ്ടും നമ്മളെ ഓട്ടോമാറ്റിക് ആയിട്ട് രീതിയിലേക്ക് അധികാരത്തിന്റെയും പാരമ്പര്യത്തിലേക്ക് തന്നെ വീണ്ടും പോകും. അവിടെ സന്യാസി വരും, പുരോഹിതൻ വരും, രാജാവ് വരും, കാര്യങ്ങൾ തീരുമാനിക്കും, നമ്മളത് മേടിക്കണം. അപ്പോ അത് അദ്ദേഹം ജാതി നിർമൂലനം എന്നുള്ള കൃതിയിൽ അയർലൻഡിൽ നടന്ന പ്രക്ഷോഭത്തെ കോട്ട് ചെയ്യുമ്പോൾ ഈ കാര്യം അയർലൻഡുകാരോട് ബ്രിട്ടൻ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്തിനാ, നിങ്ങളൊരു കോംപ്രമൈസ്. അപ്പോൾ അയർലൻഡ് പ്രതിനിധി പറയുന്നത്, നിങ്ങളെ ഞങ്ങൾക്കൊന്ന് തരണ്ടെന്നാ പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ട, നിങ്ങളൊരു കണ്ടീഷൻ വേണം, നിങ്ങൾ ഞങ്ങളെ ഭരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി മുന്നോട്ട് വെച്ച ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ ഈ ഇടതുപക്ഷത്തിന് പറ്റത്തില്ല. ഞാൻ പറയുന്ന ഒരു പോയിന്റ് അതാണ്. ഇടതുപക്ഷത്തിന് വേറെ സ്റ്റേറ്റ് രാഷ്ട്രഭാവനയുള്ളത്. അപ്പൊ സമൂഹത്തെ വർഗങ്ങളായി കാണുകയും വർഗങ്ങൾ എന്ന നിലയിൽ അടിച്ചമർത്തലിനെതിരെ വർഗസമരത്തിലൂടെ സർവാധിപത്യത്തിലൂടെ പിന്നെ സ്റ്റേറ്റ് ചെയ്ത് പോവുക, ഇങ്ങനെയൊക്കെയുള്ളൊരു യാന്ത്രികമായ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അത്തരം ഒരു യാന്ത്രികമാണെങ്കിൽ പോലും ഭൗതികവാദപരമായ സമീപനത്തെ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഹരിഹര സുധനയ്യപ്പനിലേക്ക് വരാൻ പറ്റുന്നത് എന്നുള്ളൊരു പ്രശ്നമില്ല. അത് വരാൻ പറ്റും. അപ്പം വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ മാർക്സിസത്തിന്റെ സത്തയായിട്ട് പറയുന്നൊരു കാര്യം, ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ സത്തയായി പറയുന്നൊരു കാര്യം,
വസ്തുനിഷ്ഠ സാഹചര്യത്തെ വസ്തുനിഷ്ഠ വിലയിരുത്തുന്നതാണ്. ഇവർക്ക് ഇന്ത്യ എന്ന വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാത്തവരാണ്, മനസ്സിലാക്കാൻ മനസ്സിലായിട്ടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ സോഷ്യൽ ഫാബ്രിക്കോ ഇന്ത്യൻ ക്ലാസ് സിസ്റ്റം ഒന്നും ഇവര് പരിപാടി പഠിച്ചിട്ടില്ല. അവരെന്തെങ്കിലും പഠിച്ചു എന്നുള്ളത് മാനദണ്ഡമല്ല. അവരുടെ പ്രോഗ്രാം ആദ്യം മുതലേ ഉള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രോഗ്രാമും അവരുടെ ഇടപെടലുകളും അവർ ഭരണം നടത്തിയപ്പോഴുള്ള നടപടിക്രമങ്ങളും ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അവർ പറയുന്ന വർഗ വിശകലന സമ്പ്രദായം കൊണ്ട് പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സമൂഹമല്ല ഇന്ത്യ എന്നാണ് നമുക്ക് പിടികിട്ടിയ ഒരു കാര്യം. അപ്പോൾ അത് അവർക്ക് മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മാർക്സിസം ആസ് എ ഫിലോസഫി എന്ന നിലക്ക് അതിന് പല ഡെവലപ്മെൻറ്റുകൾ മാർക്സിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് വേണം ഉണ്ടായിട്ടുള്ളത്, വളരുക എന്നാണ് അവർ പറയുക. മാർക്സിസം സ്വയം വളരുന്ന ശാസ്ത്രമാണ്. അത് തത്വചിന്താപരമായി ശരിയാണെന്നുള്ളൊരു സംശയമാണ്. വികസനത്തെ അതിനൊരു വ്യാഖ്യാനം വരാം, വേറൊരു വ്യാഖ്യാനം വരാം. അങ്ങനെയാണ് തത്വചിന്തയുടെ ഒരു തുടർച്ച കിടക്കുന്നത്. അല്ലാതെ സ്വയം ഒരു ജീവി വളരുന്ന പോലെ ഒരു ചിന്തയും വളരില്ല. അപ്പോൾ അതിനകത്ത് ചിന്താശാസ്ത്രപരമായി തത്വചിന്താപരമായി മാർക്സിസത്തെ അഭിസംബോധന ചെയ്ത നേതാക്കൾ, ചിന്തകർ ഇന്ത്യക്കകത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ്. എമൻ റോയ് എന്ന് പറയുന്ന ഒരാളെ പണ്ട് ഉണ്ടായിരുന്നു. ബാക്കി ആരും തന്നെ അവിടെ മാർക്സിസത്തിന്റെ ഒരു ഫോർമൽ രൂപം മനസ്സിലാക്കി അതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ തത്വചിന്താപരമായി മാർക്സിനെ മനസ്സിലാക്കുവാനും അതിനെ ക്രിട്ടിക്കലി ഉൾക്കൊള്ളാനും ശ്രമിച്ചവരേ ഇല്ല. അതുകൊണ്ട് സംഭവിച്ചാണ് ഈ മാർക്സിസത്തിന് വിപുലമായ എൻ്റെ ഈ ചെറിയ ശേഖരത്തിൽ മാർക്സിസ്റ്റ് കൃതികൾ നിരവധിയാണ്. കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ അവൈലബിൾ ആകുന്ന പുസ്തകങ്ങൾ അതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഈ യൂറോപ്യൻ ചിന്തകരൊക്കെ ഈ മാർക്സിസത്തിലേക്ക് നിരവധി പുതിയ വാക്കുകൾ, പുതിയ സങ്കല്പനങ്ങൾ, പുതിയ വിശകലന രീതികളൊക്കെ സംഭാവന ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് എന്ത് സംഭാവന ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. എനിക്ക് തോന്നുന്നേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ വ്യാഖ്യാനങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ലെനിനും അതുപോലെ തന്നെ മാവോയും ഒക്കെ ഈ കാര്യങ്ങൾ പ്രകാശം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അങ്ങനെ ഒരു പഠനം സാറ് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന മാർഗ വ്യാഖ്യാനങ്ങളെ ഈ പറയുന്ന ഫിലോസഫിക്കലായിട്ടുള്ള ഒരു രീതി അല്ലെ അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. അങ്ങനെ ഇടപെട്ടവരെല്ലാം മാർക്സിസത്തിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ലെനിൻ റഷ്യ ചെയ്തപ്പോൾ ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. മാവോ ചൈനയിൽ ചെയ്യുമ്പോൾ വൈരുദ്ധ്യവാദത്തെക്കുറിച്ച് വൈരുദ്ധ്യവാദത്തിന് പല മുഖങ്ങളുണ്ടെന്ന്, ചില മുഖങ്ങൾ ചില സമയത്ത് പ്രധാനമായി മാറുമെന്നും അത് വെച്ച് മാറുന്ന വിധം എന്ന് പറഞ്ഞാൽ അത് സ്ഥിര വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യങ്ങൾക്ക് ഒരു വൈരുദ്ധ്യത്തിന് പല പല ഫേസസ് ഉണ്ട്. ആ ഫേസസ് മാറി മാറി വരാം. ചിലപ്പോൾ സാംസ്കാരിക പ്രശ്നമായിരിക്കും മുന്നിലേക്ക് വരിക. അന്നേരം സാമ്പത്തിക പ്രശ്നം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ വൈരുദ്ധ്യവാദത്തെ തന്നെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ നടക്കത്തുള്ളൂ. അതിൽ നിന്ന് നമ്മൾ എത്തിച്ചേരാവുന്ന ന്യായമായ നിഗമനം ഈ മാർക്സിസത്തിന് അങ്ങനെ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമുള്ള ഒരു താത്വികമായ പരിഗണനയില്ല. അത് പരിമിതികളുണ്ട്. അത് പക്ഷെ നമ്മൾ മാർക്സിസ്റ്റുകളോട് സമ്മതിക്കുന്നില്ല, ചിലപ്പം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവർ പറയുന്നത് മാവോ അവിടെ ചെയ്തതുപോലെ വേറൊരു വേർഷനോട് വേണം സാധ്യമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അതുപോലും ഇവിടെ സാധ്യമല്ല. ബിക്കോസ് ഈ കാസ്റ്റ് സിസ്റ്റം പോലുള്ള സംഗതികളെ, വർണ്ണാശ്രമധർമ്മ ബോധത്തെ, അതിൻ്റെ ധാർമ്മിക ജീവിതക്രമത്തെ, അതിൻ്റെ അനുഷ്ഠാന രൂപങ്ങളെ, അതിനകത്തൊക്കെ ജീവിക്കുന്ന ഒരു ജനാവലിയെ ഈ കേവലമായ ഈ വർഗവാദം കൊണ്ട് നിന്റെ ഒരു പ്രശ്നം നിന്റെ തൊഴിലിൻ്റെയും തൊഴിൽ ബന്ധങ്ങളുടെയും കാര്യമാണ് അവൻ്റെ പ്രശ്നം. അതല്ല കാസ്റ്റ് അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ഘടകമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് മാത്രമുള്ള പ്രശ്നം. ഇന്ത്യയിൽ അടിമത്തത്തിന്റെ പ്രശ്നം, ജാതിയുടെ പ്രശ്നം, വർണ്ണത്തിന്റെ പ്രശ്നം, ഈ പറയുന്ന എല്ലാം ഉണ്ട്. അതിനൊരിക്കലും ഇത് ഈ പറയുന്ന ചട്ടക്കൂടിനകത്ത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. ഇത് ഈ മാർക്സിസ്റ്റുകളുടെ യാന്ത്രികവാദത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ ഹിന്ദുത്വ ശക്തികളെ കുറിച്ച് പോലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയൊന്നും അല്ല, അതല്ലാതെയുള്ള ഈ കുറച്ചുകൂടി
തീവ്രവാദപരമായി കാര്യങ്ങൾ കാണുന്ന ഒരു വ്യാഖ്യാനം ഈ ഇന്ത്യയെ സാമ്പത്തിക കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ ഹിന്ദുത്വം, ശബരിമല, രാമൻ എന്നൊക്കെ പറഞ്ഞു. അതൊരു അയഥാർത്ഥവാദമാണ്. യഥാർത്ഥത്തിൽ ഈ രാമൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ദൈവമാണെന്നും പുള്ളി നേരത്തെ അയോധ്യ ഭരിക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇന്ത്യക്കാരൻ. അവനങ്ങനെ ആത്മാർത്ഥ ഇന്ത്യയില് ഇവിടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള ഏറ്റവും ദരിദ്ര ആളുകളിൽ പോലും ഉള്ള ചിന്താപദ്ധതിയാണ് അവരങ്ങനെ വിചാരിക്കുന്നത്. അതല്ലാതെ അവര് ഇതൊരു മറയല്ല. അല്ല, അതിപ്പോ ശബരിമലയിൽ പോകുന്നെന്ന് പറയുന്നത് ഇവിടുത്തെ സമ്പത്തുള്ളവരൊന്നുമല്ല പോകുന്നത്. ഇന്ത്യയിലെ സവർണരാരും തന്നെ ശബരിമലയിൽ പൊതുവെ പോകാറില്ല. അപ്പൊ ശബരിമല ദൈവം എന്ന് പറയുന്നത് തന്നെ അടുത്ത കാലത്തുണ്ടായ വേദങ്ങളിലോ പുരാണങ്ങളിലോ പറയുന്നത് ദൈവമേ അല്ല, ഹരിഹരസൂതനാണ്. അത് വളരെ അടുത്ത കാലത്ത് മാത്രം ഒരു 100-150 വർഷം മുമ്പ് മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ വെച്ചുകൊണ്ടാണ് ശരിക്കും ഇന്ത്യയിൽ ഇപ്പം കേരളത്തിലിപ്പം ഹിന്ദുത്വ ശക്തികൾ കളിക്കുന്നത്. ആ കളിയെ തിരിച്ചു പിടിക്കാൻ വേണ്ട ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ശരിക്കും നമ്മളതിൻ്റെ ഒരു ലോങ് ഹിസ്റ്ററിക്കകത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കാനന ക്ഷേത്രം എന്നുള്ള ഒരു സംഭവമാണ്. അവിടുത്തെ പ്രതിഷ്ഠ തന്നെ ബൗദ്ധ രൂപത്തോട് ഒരു കാര്യമാണ് എന്നും പറയുന്നുണ്ട്. ബൗദ്ധ സംസ്കാരത്തിലുണ്ടായിരുന്നതാണെന്നുള്ളൊരു വാദം വളരെ ശക്തമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ സാമൂഹ്യങ്ങളൊക്കെ അത് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. അതായത് ശരണംവിളി എന്ന് പറയുന്നത് അതുമാത്രമല്ല, വടക്കുന്ന ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം അടക്കമുള്ള എല്ലാം തന്നെ ബൗദ്ധ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ ശരണംവിളി ഹിന്ദു പാരമ്പര്യമല്ല, ശരണംവിളി ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പാരമ്പര്യം ബുദ്ധനിലുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു ടെക്സ്റ്റിനകത്ത് ആരെയും ശരണം വിളിക്കുന്നില്ല. ഒരു ഹിന്ദു പുരാണത്തിലും ഒരു പുരാണത്തിലും ഈ പറയുന്ന അയ്യപ്പന്റെ പേരുമില്ല. ശാസ്താവിന്റെ സംഭവം അത് വേറെ, ശാസ്താവ് ബുദ്ധന്റെ ഒരു പര്യായം. അതെ. അപ്പൊ അതിങ്ങനെ ഈ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കൽ, അവരുടെ ഒരു അബ്സോർബ് ചെയ്യുന്ന ആ സംഗതിക്കകത്ത് ഒരു 100 വർഷത്തെ വന്നിട്ട് ചെയ്യുന്നൊരു പണി ഇന്ത്യയിലെ ഒരു പുരാണത്തിനകത്തും ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിനകത്തും ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമോ ആ കഥാപാത്രത്തെ പന്തളം രാജാവിന് ഏൽപ്പിച്ചതായിട്ട് കഥയുമില്ല. ഓർക്കണം. അതെ, അല്ല, ധർമ്മം എന്നൊരു വാക്ക്, ധർമ്മശാസ്ത്ര, ഈ ധർമ്മം എന്നൊരു വാക്ക് ഇന്ത്യൻ പുരാണങ്ങളിലും വേദങ്ങളിലും ഇല്ലാത്ത ഒരു സാധനമാണ്. അത് ബുദ്ധൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ്, അല്ലേ? അപ്പൊ അതിനെ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് സമ്മിശ്രമാക്കി കൊണ്ടുവന്നിട്ട് ഈ തരത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്, ഇവര് പറയുന്ന അവരുടെ ദൈവത്തെ അപമാനിക്കുന്നു, അനുഷ്ഠാനങ്ങളെ അപമാനിക്കുന്നു, ദൈവത്തെ ആക്ഷേപിക്കുന്നു, ഹിന്ദുക്കളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വാദം. ഒരു ഹിന്ദു പുരാണത്തിലും ഇല്ലെന്നില്ല. പിന്നെ എങ്ങനെ ഇദ്ദേഹം ഈ ഹിന്ദു ദൈവമാകും? ആ ചോദ്യത്തിന് ഉത്തരയില്ല. അത് അവിടെ ശരണവിളിയാണ്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ 1980 ശബരിമലയ്ക്ക് പോയിട്ടുള്ള ഒരാളാണ്, 16 വയസ്സുള്ള ഒരു സമയത്ത്. അപ്പോൾ അത് അന്നും വിശ്വാസം കൊണ്ട് പോകുന്നതല്ല, കൂട്ടുകൂടി പോകാനുള്ളൊരു താല്പര്യത്തിൽ പോകുന്നതാണ്. അപ്പം അന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ അന്ന് പോകുമ്പോൾ അങ്ങ് വരെ പോകുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ വളരെ സാധാരണക്കാരായ മനുഷ്യരല്ലേ, കൂലിപ്പണിക്കാരായ മനുഷ്യർ. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈഴവരും അവിടെ ഈ ദുരിതസക്ഷം എന്ന് പറഞ്ഞാൽ പുലയരാണ്. പുലയരും ഈഴവരുമാണ് പോകുന്നത്. അവിടെ നമ്പൂതിരിക്കുടും അവിടെ നിന്നാലും ശബരിമലയ്ക്ക് പോകാറില്ല, നായന്മാരും പോകാറില്ല. ഇപ്പം ഈ അടുത്ത കാലത്തെല്ലാം പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അന്നും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കീഴുള്ള അടരുകളിൽ നിന്ന് അവരുടെ ഒരു ഭക്തജനങ്ങളുടെ ഒരു കേന്ദ്രം. കാരണം അവിടെ ഒരു ജാതി പ്രശ്നമില്ല, ആർക്കും ചെല്ലാവുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ സ്വാഭാവികമായി അവന്റെ ഒരു തീർത്ഥാടന മേഖലയാണത്. അതെ. അവിടെ ഒരു തരം സമഭാവനയുടെ ഒരു വർക്ക് ചെയ്യുന്നത്. എല്ലാവരും സ്വാമിമാരാണല്ലോ, എല്ലാവരും പരസ്പര സ്വാമി എന്നാണ് വിളിക്കുന്നത്. ഒരു സമഭാവന. ഇത് ഹിന്ദു പാരമ്പര്യത്തിൽ ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതൊരു ഹിന്ദു ക്ഷേത്രം ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് വരുന്നത് ഈ അടുത്ത കാലത്ത്, 100 വർഷത്തിലധികം അതില്ല. അപ്പൊ ഈ പന്തളം രാജാവിന്റെ അവകാശവാദം വരികയും പന്തളം രാജാവിന് അന്നത്തെ ഒരു ഘട്ടത്തിൽ പതിച്ചു കൊടുക്കപ്പെട്ട ഭൂമിയുടെ ഭാഗമായി ഇത് മാറുന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യം ഇതിനകത്ത് വിശ്വാസപരമായൊരു സംഗതിയില്ല. അപ്പോ
നമ്മുടെ ശുദ്ധലഹളക്കാലത്ത് സാർ ഈ കാര്യം വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചാണ്. ശുദ്ധലഹള നമ്മുടെ പന്തളം ശശിരാജ കുറിച്ചൊക്കെ. അല്ല അതെ, അതിലൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ അങ്ങനെ ഇത് ഹിന്ദു പാരമ്പര്യത്തിൽപ്പെട്ട ഒരു സംഭവമായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കോടതിയിലെ കേസുണ്ടാവും. ഈ കോടതിയിലെ കേസുണ്ടാവും. കോടതി നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അയ്യപ്പന്മാരെന്ന് പറയുന്നത്, അയ്യപ്പ ഭക്തരെന്ന് പറയുന്നത് സവിശേഷ അധികാരമുള്ള ഒരു മതവിഭാഗമല്ല പറയുന്നത്. അപ്പൊ സവിശേഷ അവകാശമുള്ള മതവിഭാഗങ്ങളാണ് അവരുടെ അവകാശം പരിഗണിക്കാം. ഇവർക്ക് സവിശേഷ അവകാശം ഇല്ലാത്തതുകൊണ്ട് അവരെ പ്രത്യേകമായി പരിഗണിക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊരു കാര്യം, അങ്ങനെ സവിശേഷ അവകാശം ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വന്നു പോകാവുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ഇറ്റ് ഈസ് എ പബ്ലിക് സ്പേസ്. ഇതൊരു പൊതു ഇടമാണ്. അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ് വിധിയുടെ ഉള്ളത്. അപ്പൊ ഇത് സ്ത്രീകൾക്ക് കയറാവുന്നതാണ് എന്ന വാദത്തെ ഈ കേരളത്തിലെ ഭക്തജന സമൂഹത്തെ മുൻനിർത്തി ഈ ഹിന്ദുത്വ ശക്തികൾ പ്രതിരോധിക്കുന്നതിന് സ്ത്രീകൾ കയറുന്നുള്ള എതിർപ്പല്ല. അവർക്ക് സ്ത്രീകൾ കയറിയാലും പ്രശ്നമൊന്നുമില്ല. RSSന്റെ പ്രഖ്യാപിത നിലപാട് ശൂദ്രലഹളയ്ക്ക് മുമ്പ് വരെ പരസ്യമായ നിലപാട് എടുത്തവരാണ് സ്ത്രീകളൊക്കെയായിട്ടുള്ളത്. വൈക്കം ക്ഷേത്രത്തിൽ ഐതജാതിക്കാർക്ക് പുണ്യക്കാർ, ഐതജാതിക്കാർ, അടിമജാതികളൊന്നും കയറരുത് എന്നതായിരുന്നു അവരുടെ തീരുമാനം. ഇപ്പം അവരങ്ങനെ പറയില്ല. കാരണം ഇവര് കയറുന്നത് ലാഭകരമാണെന്ന് അവർക്ക് മനസ്സിലായി. ക്ഷേത്രങ്ങൾ മെച്ചപ്പെടുകയല്ലേ. ദരിദ്ര ക്ഷേത്രമായിരുന്നു വൈക്കക്ഷേത്രം. വൈക്കക്ഷേത്രത്തിന്റെ പ്രോമിനൻസ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഊട്ടുപുരകളിലൊന്ന് നടന്നത് വൈക്കം ക്ഷേത്രം. വൈക്കം ക്ഷേത്രത്തിലല്ല, ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് ബ്രാഹ്മണന്റെ ഊട്ടുപുരകൾ മാത്രമായിരുന്നു. പിന്നീട് പൊതു സമൂഹം ചെല്ലാൻ തുടങ്ങിയ പിന്നെയാണ് ഈ ധനസമാഹരണം ഒറ്റുണ്ടായിരുന്നത്. മറിച്ച് രാജാവ് കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് ബഡ്ജറ്റ് വിഹിതം കൊണ്ടാണ് ക്ഷേത്രങ്ങൾ നടന്നു പോയത്. അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്നത്, അപ്പൊ സ്ത്രീകൾ കയറുന്നതുകൊണ്ട് ശബരിമലയ്ക്ക് കൂട്ടുമ്പോൾ നിത്യ ബ്രഹ്മചാരിയാണ് എന്നാണ് ഈ രാഹുൽ ഈശ്വരനെ പോലെ തലക്കുള്ളിലൊക്കെ പറയുന്നൊരു കാര്യം. ദൈവത്തെ അപമാനിക്കുന്ന ഒരു വർത്താനം കൂടിയാണ്. അതായത് അദ്ദേഹം ഒരു നിത്യ ബ്രഹ്മചാരിയാണ്. സ്ത്രീകളെ കാണാൻ പറ്റും. സ്ത്രീകളെ കണ്ട അന്നാരെ പിള്ളേർ ബ്രഹ്മചാര്യം പോകുന്നു പറയുന്നത് തൊട്ടപ്പുറത്ത് നാളികപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട്. കന്നി അയ്യപ്പന്മാരില്ലാത്ത വർഷം കല്യാണം കഴിക്കുന്ന അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വിചിത്ര. ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ ഒരു സോഷ്യൽ സൈക്കി വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇതൊരനുഷ്ഠാനം. നമ്മൾ വ്രതമൊക്കെ എടുത്ത് അവിടെ പോകുന്നു, ശബരിമലയിൽ പോകുന്നു, നമ്മുടെ പാവഭാരങ്ങളെല്ലാം പമ്പയിൽ കുളിച്ച് കഴുകിക്കളഞ്ഞ് നമ്മൾ തിരിച്ചു വരും എന്നുള്ളത് നമ്മുടെ ഒരു അനുഷ്ഠാന പാരമ്പര്യമാണ്. അപ്പോൾ ഇത് സ്ത്രീകൾ അവിടെ പ്രവേശിക്കണം എന്ന വിധി വന്നപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ ഹിന്ദുത്വ ശക്തികളുടെ ഒരു സെക്ഷൻ അതിന് സ്വാഗതം ചെയ്തിരുന്നു. മൂന്നാം ദിവസമാണ് കാര്യങ്ങൾ തകിടം അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കയറ്റും എന്ന് പറയും. സുപ്രീം കോടതി ഇത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രസംഗമൊക്കെ നടത്തി. ശബരിമല തന്ത്രി കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായിട്ടൊന്നും കാണണ്ട, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ തന്നെ പരസ്യമായിട്ട് അദ്ദേഹം പറയുന്നു. എടുത്തു. ഗവൺമെന്റ് മുഖ്യമന്ത്രി സ്ട്രോങ് നിലപാടെടുത്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അതിന്റെ ഘടക സംഘങ്ങളോ DYFI, SFI ഇങ്ങനെ മഹിളാ സംഘങ്ങളൊന്നും ഇവരൊന്നും ആക്റ്റീവായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തില്ല. അപ്പോൾ ഒരാഴ്ചത്തേക്ക് എന്തോ വിദേശയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ നാമഘോഷയാത്ര ഭയങ്കര ബഹളമാണ്. എങ്കിലും അതിനിടയിൽ കൂടി നടത്താൻ പറ്റുമോ എന്ന കാര്യം അദ്ദേഹം അന്ന് ആലോചിക്കുകയും അതിൻ്റെ ഒരു സ്റ്റോറി എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ അപ്പം അങ്ങനെ സ്ത്രീകൾ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് സ്ത്രീകളെ അവിടെ പ്രവേശിച്ചത്. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഈ പെട്ടെന്നൊരു പ്രതിരോധം ഉണ്ടാകുന്നു. അത് നാമജപഘോഷയാത്രയുടെ വരുന്നു. ആ വാക്ക് സീരിയസ് ആയി പഠിക്കേണ്ടതാണെന്ന് കേരളത്തിലുള്ള സാമൂഹ്യ ശാസ്ത്രകാരന്മാർക്കോ
പൊളിറ്റിക്കൽ ലീഡേഴ്സിനോ നമ്മുടെ പബ്ലിക് ഇന്റലക്ച്വൽസിനോ തോന്നിയിട്ടില്ല. ആ പ്രതിരോധത്തിന്റെ പേര് നാമജപ ഘോഷയാത്ര എന്നാണ്. അനുഷ്ഠാനപരമായ ഒരു കാര്യമാണ്. അതെ, ഒരു അനുഷ്ഠാന സംഭവമായിട്ടാണ് സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അശുദ്ധരാണ്, ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കണമെന്നാണ്. ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന വിധമുള്ള ഒരു സാംസ്കാരികമായ ഒരു തയ്യാറെടുപ്പ്, അങ്ങനെ ഒരു അവബോധം കേരളത്തിലില്ല. കേരളത്തിൽ ഏതാണ്ട് നിശബ്ദമാണ്. സാറ് മാത്രമാണ് ശൂദ്രലകളെയാണ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ശൂദ്രലകളെയാണ് കാരണം അത് ബ്രാഹ്മണ സഭ നടത്തുന്ന സമ്മേളനമൊന്നുമല്ല, ശരിക്കും NSS ആണ് അതിന്റെ കേന്ദ്രം. അപ്പൊ എന്തായിരിക്കും NSSനെ അതിനെ പ്രേരിപ്പിച്ചൊരു കാര്യം? അപ്പൊ അത് ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ അവകാശം അചഞ്ചലമായി നിലനിൽക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ പെരുന്നയില് ഇരിക്കുന്ന സുകുമാരൻ നായർക്ക് അത് തോന്നുന്ന കാര്യമില്ല. 12 രാജാവ് അത് ഉറപ്പിക്കാൻ മതി. ഇയാള് ആയിരക്കണക്കിന് സ്ത്രീകളുമായി പുറത്തേക്ക് ഇറങ്ങി വലിയ നാമജപ ഘോഷയാത്ര നടത്തുമ്പോൾ ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി, ബ്രാഹ്മണ്യ പുരുഷാധിപത്യ വ്യവസ്ഥ അചഞ്ചലമായി തുടരണം എന്നാണ് അതിന്റെ. ഇത് സംരക്ഷിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്വം ശൂദ്രനാണുള്ളത്. അങ്ങനെ മന്നത്ത് പത്മനാഭനടക്കം അത് നമ്മളത് പഠിക്കേണ്ട ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. മന്നത്ത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഗതിക്കകത്ത് ഈ മലയാളി ശൂദ്രൻ എന്നുള്ള പേര് ഉപേക്ഷിച്ച് നായർ എന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണനെ പിന്നീട് നായർ റെഗുലേഷൻ ആക്ട് ഒക്കെ ചങ്ങനാശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ഇടപെടൽ വരുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഈ ബ്രാഹ്മണരും നായന്മാരും തമ്മിലുള്ള ഒരു അടിമ ഉടമ ബന്ധത്തെ ഉടച്ചു വാർക്കുകയും ഞങ്ങൾ നായർ എന്ന് പറഞ്ഞു മലയാളി ശൂദ്രരല്ല, ഞങ്ങളെ നിങ്ങൾ ശൂദ്രരായിട്ട് കാണാൻ ഞങ്ങൾ അതെ. അപ്പൊ ഞങ്ങൾ ശരിക്കും നായർ എന്ന് പറയുന്ന സമുദായമാണെന്ന് പറഞ്ഞ ആ അധികാര ബന്ധത്തെ പൊളിച്ചെഴുതിയ ഒരു ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. ഈ സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ നായന്മാരെ ശൂദ്രരാക്കി മാറ്റിയൊരു പണിയാണ് ഘോഷയാത്ര. അതായത് മന്നത്ത് പത്മനാഭൻ അയാളുടെ ആദ്യകാലത്ത് ഈ പറയുന്ന ഉത്തരവ്, അതായത് നമ്പൂതിരി ആധിപത്യത്തെ ലംഘിച്ചുകൊണ്ട് അങ്ങേര് പെരുന്നമ്പലത്തിൽ കയറി ഇത് ചെയ്തിട്ടുണ്ട്. അതായത് പുല അടിയന്തരത്തെ ചോദ്യം ചെയ്ത് അതിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുകയൊക്കെ ചെയ്ത് ചരിത്രമുണ്ട്. അവിടുന്ന് നേരെ റിവേഴ്സ് ഗിയറിലേക്കാണ് സുകുമാരൻ നായർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം. അപ്പൊ അത് വിജൃംഭിതരായ ഹിന്ദു നായന്മാർ, ഹിന്ദു കക്ഷികൾ എന്ന് സ്വയം വിചാരിക്കുന്ന നായരും ഈഴവനും ആദിവാസിയും ദളിതനും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ മാറും. അപ്പൊ എന്താണോ നവോത്ഥാനം പൊളിച്ചെടുക്കാൻ ശ്രമിച്ചത് അതിനെ നേരെ റിവേഴ്സിൽ തിരിച്ചു കൊണ്ടുവരുന്ന വലിയ വർക്കാണ് ഈ നാമജപ ഘോഷയാത്ര നടന്നത്. തികച്ചും ഒരു എന്താ നമ്മൾ പറയുന്ന മതപുനരുജ്ജീവനത്തിന്റെ ഏറ്റവും ഭീഷണാത്മകമായ ഒരു അവസ്ഥയാണ്. നമ്മൾ അതിന്റെ ആ വാക്ക് പോലും സൂക്ഷ്മമായി പരിശോധിക്കാനോ അവിടെ അപ്പൊ ഞാൻ ശൂദ്രലഹള എന്ന് പറഞ്ഞത് തന്നെ ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു രാഷ്ട്രീയ ഉള്ളടക്കവും ശൂദ്ര ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അവർക്കിട്ട് കൊണ്ട് ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഈ റിവേഴ്സ് ഗിയറിൽ വന്ന് ദാസന്മാരായിട്ട്, പൗരന്മാരല്ല ദാസന്മാരായി പരിവർത്തനപ്പെടുന്നത് കൊണ്ടാണ് മലയാളിക്ക് പന്തളത്തൊരു രാജാവെന്ന് തോന്നുന്നത്. അതിനു മുമ്പ് നമുക്ക് തോന്നിയിട്ടില്ല. 60കളിലും 70കളിലും കണ്ടിട്ടില്ല. നമ്മളാരും രാജാവ് ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നും. പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ രാജാവിനെ കാണാൻ വരുന്നു എന്നാണ് പറയുന്നത്. രാജാവ് ഇപ്പൊ അതിന്റെ രക്ഷകർത്താവായി. അതെ അതെ. പണ്ടത്തെ പുള്ളിയാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ദേവസ്വം ബോർഡിനും മീതെയുള്ള ഒരു ശക്തിയാണ് നിൽക്കുന്നത്. അംബേദ്കർ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയും ബ്രാഹ്മണാധികാരവും തമ്മിൽ മുഖാമുഖം നിന്നാൽ ബ്രാഹ്മണാധികാരം ഇന്ത്യൻ ഭരണം അട്ടിമറിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അതിനത്രയും പവറുണ്ട്. കാരണം ഈ റിച്വലിസ്റ്റിക് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഈ പന്തളം ശശി എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അയാളാണ് രാജാവ്. ഈ രാജാവ് സാധാരണ നമ്മുടേത് കൂട്ടൊക്കെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾക്ക് അവിടുന്ന് ഈ പവർ, രാജാവ് എന്ന പവർ മാത്രമല്ല ഇവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രാജാവില്ലല്ലോ. അതെ അതെ, ഇവിടെ രാജാവുള്ളത്. ഇത്രയും വർഷത്തിന് ശേഷം നമുക്ക് തോന്നും അവിടെ രാജാവ്. പൗരന്മാർക്ക് തോന്നിക്കോട്ടെ, അവര് പിന്നെ ആചാരത്തിന് വേണ്ടി എന്തും ചെയ്തു.
അല്ല അവരുടെ അച്ഛനൊക്കെ വിചാരിക്കാം. ശരീരം തുളച്ച് ഈ സംഭവം ചെയ്യുന്നവരും ഈ കീഴുള്ള സംഭവങ്ങൾ മുഴുവൻ അങ്ങനല്ല. ഗരുഡൻ തൂക്കുന്ന തൂക്കി എറിയുക, ഉച്ഛിഷ്ടത്തിന് മുകളിൽ കൂടി ഉരുണ്ട് കളിപ്പിക്കുക. അപ്പോൾ ഈ വൈക്കത്താണെങ്കിൽ ഈ ബ്രാഹ്മണർ കഴിച്ചിട്ട് കളയുന്ന ഫുഡിന് വേണ്ടി ആൾക്കാർ കടിപിടി കൂടും. അതിനൊരു കഥ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും അവിടെ സദ്യ നടക്കും. സദ്യ നടന്നപ്പോൾ ഇങ്ങനെ വിളമ്പി വരുന്ന മുട്ടം എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഫാമിലിയാണ്. അവിടുത്തെ നമ്പൂരിക്ക് മനസ്സിലായി ഇരിക്കുന്നത് ശിവനും പാർവതിയാണ്. അപ്പോൾ ഭഗവാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി എന്തോ പ്രത്യക്ഷം. അപ്പോൾ അവിടെ ഇരുന്നവർ മുഴുവനും ശിവനും പാർവതിയും തിന്നതിൻ്റെ മിച്ചം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കഴിക്കണം. അപ്പോൾ ഈ ഇരിക്കുന്ന ബ്രാഹ്മണരിൽ ആരോ ശിവനാണ്. പിന്നെ ഒത്തിരി സദ്യ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ടാവും, നമ്മളറിയാം, പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ടാ. ചിലപ്പോ കാണും 100 ബ്രാഹ്മണർ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ശിവനും പാർവതിയും കാണും. അപ്പൊ മൊത്തം ഉച്ചിഷ്ടം തിന്നേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയുള്ള ഈഴവരും പുലയരും ഒക്കെ പോയിട്ട് ഈ ഉച്ചിഷ്ടം തിരുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പൊ ഒന്നോർക്കണം, അതിവിദഗ്ധമായി വലിയൊരു സാധനമാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ വൈക്കത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ഒരു കക്ഷിയാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് ഭക്ഷണം കഴിക്കാം, ഞങ്ങൾക്ക് ശിവനാകാലോ, ശിവൻ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, നിങ്ങൾ എച്ചിരി കഴിച്ചു. അപ്പൊ അത് പറ്റത്തില്ല, ഓർക്കണം. അപ്പൊ ഇങ്ങനെ കഥകൾ നിർമ്മിക്കുക. പന്ത്രണ്ട് രാജാവ് ഉണ്ടെന്ന് പറയുക, രാജാവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് തോന്നുക. അവിടെ നിന്ന് തന്ത്രി അങ്ങോട്ട് വരിക, തന്ത്രി അവിടെ പ്രശ്നവിധി നടത്തും. ഈ പ്രശ്നവിധി എന്ന് പറയുന്ന കലാപരിപാടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വെളിയിൽ പ്രശ്നവിധി പ്രശ്നവിധി. അപ്പോ ഈ പ്രശ്നവിധി പ്രകാരം അയ്യപ്പന് ഇഷ്ടമാണെന്ന് ഈ പ്രശ്നവിധി, അത് പ്രശ്നത്തിൽ ബ്രാഹ്മണന് മാത്രമേ ദൈവം പ്രത്യക്ഷപ്പെടുത്തുള്ളൂ, അല്ല വേറൊരു മാർഗത്തിലും പ്രത്യക്ഷപ്പെടുത്തില്ല. അത് പറ്റത്തില്ല. പ്രശ്നവിധികളിൽ എപ്പോഴും ബ്രാഹ്മണനെ കാണുന്നു എന്നാണോ പറയുന്നത്. അപ്പോ ഈ പറയുന്ന റോപ്പ് വേ കെട്ടണോ വേണ്ട, വലിയ തർക്കമായി. പ്രശ്നവിധി നടത്തിയപ്പോൾ റോപ്പ് വേ കെട്ടാൻ അയ്യപ്പന് സമ്മതമാണെന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞു. അയ്യപ്പന് റോപ്പയുടെ കാര്യം എന്ത് നമ്മളൊന്ന് ഓർക്കണം. ഇത്രയും വിഡ്ഢിവൽക്കരിക്കപ്പെടുന്ന വാക്കുകൾ പറയാൻ ഇവർക്കൊരു മടിയില്ല, ഉറപ്പില്ല. കേരളം അത് തൊഴുത് നിന്ന് കേൾക്കുകയാണ്. അപ്പൊ ഈ അയ്യപ്പനോട് നമുക്ക് ഇത് ചോദിക്കാൻ പറ്റും, നിങ്ങൾ സമ്മതിച്ചാണോന്ന്. പുള്ളി അവിടെ വെറുതെ ഇരിക്കുന്നവരാണല്ലേ, പുള്ളി മിണ്ടത്തില്ല. അപ്പൊ ആരും ചോദിച്ചാൽ അതിന്റെ വെറാസിറ്റി അന്വേഷിക്കാം, അതിവർക്ക് നല്ല ഉറപ്പാണ്. എന്നിട്ട് ഇതങ്ങ് തട്ടിവിട്ടേക്ക്. ഇത് കേൾക്കാൻ കുറെ ബുദ്ധി ഈ കൈമോശം വന്ന ഭക്തജനങ്ങൾ അവരവിടെ നിൽക്കും. അപ്പോൾ ഈ 2018 വന്ന കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും വലിയ സംഘർഷമാവുകയും 19-ലുണ്ടായ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയ ഇടതുപക്ഷം നേരിടുകയും ചെയ്യുന്നതോടെ ഇതിൻ്റെ ഒരു റീതിങ്കിങ് ആരംഭിക്കുന്നു. ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ മനസ്സിലായൊരു സംഗതി, ഈ സോക്കോൾഡ് ഹിന്ദു എന്ന് പറയുന്ന വോട്ടിൽ വലിയൊരു കൈകടത്തൽ BJP നടത്തി തുടങ്ങിയിട്ടുള്ള കാര്യവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടും. അല്ല, ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സാഹചര്യത്തില് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ സ്വാഭാവികമായിട്ടും BJP മേൽക്കൈ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ ഇത് കേരളത്തിൽ ഇപ്പൊ പെട്ടെന്നത് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും അവർക്ക് കുറെ MLA-മാരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇപ്പൊ എന്തായാലും അന്തരീക്ഷം വരുമെന്ന് മാത്രമല്ല, അങ്ങനെ വന്നാൽ ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക്. കാരണം ഇപ്പം അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ കൃഷ്ണാഷ്ടമിക്കായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുള്ള നിരന്തരം പറഞ്ഞ പോലെ അനുഷ്ഠാനപരമായി നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ജനപങ്കാളത്തെ സത്യത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മുഴുവൻ ആളുകളെ. യുക്തിവാദി സംഘത്തിന്റെ ഞാനറിയുന്ന ഏറ്റവും എനിക്ക് അടുപ്പമുള്ള ഒരു നേതാവ് രാജഗോപാല. അപ്പൊ ഈ അനുഷ്ഠാനത്തിന്റെ നമ്മൾ അതിന്റെ ഒരു ഗ്രാവിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഈ അമ്പല കമ്മിറ്റി വന്നിട്ട് കൊച്ചിനെ വിടണം, കൃഷ്ണാഷ്ടമിയാണ്, ഇതിനെ നമുക്ക് രാഷ്ട്രീയം ഒന്നും നോക്കണം, നമ്മളുടെ കൃഷ്ണനല്ലേ, അപ്പോൾ നമ്മൾ ഒരുക്കി വിടുക. ഇതാണ് നടക്കുന്നത്. വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കടുത്തൂർത്തിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ ഈ പറയുന്ന KPMSന്റെ അവിടുത്തെ ഒരു നേതാവാണ് ഈ കൃഷ്ണാഷ്ടമിക്ക് കുഞ്ഞിനെയായിട്ട് ഇങ്ങനെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പുള്ളി എന്നോട് പറയുന്നത് കൃഷ്ണ ദൈവത്തിന്റെ കാര്യമില്ല, നമ്മൾ അതിനകത്ത് രാഷ്ട്രീയം
ഫാൻസി ഡ്രസ് അത്ര അങ്ങനെയൊക്കെയാ പറയുന്നത്. ഫാൻസി ഡ്രസ് ഒന്നും അല്ലല്ലോ, ആസൂത്രിതമായ രാഷ്ട്രീയ പരിപാടി തന്നെയാണ് നീക്കമാണ്. അപ്പൊ അത് അങ്ങനെ ഇവര് ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്നൊരു കാര്യം അതിശക്തമായിട്ട് കേരളത്തിൽ വിന്യസിക്കപ്പെടുന്നു. യഥാർത്ഥ അതിൻ്റെ ഒരു അടിത്തറ പൊളിഞ്ഞില്ലായിരുന്നു. അതിന്റെ മുകളിൽ ഇവർക്ക് സ്ഥാപിക്കാൻ എളുപ്പമായിരുന്നു. ഈ നവോത്ഥാന കാലഘട്ടമാണ് ഇതിനോടൊരു പ്രതിരോധം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ നവോത്ഥാനം എന്ന വാക്ക് തന്നെ അപകടം പിടിച്ചൊരു വാക്കാണ്. നവോത്ഥാന കാലത്തെ മൂല്യങ്ങൾ വേണം എന്ത് മൂല്യങ്ങളാണെന്ന് ആരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരിക്കലും കേരളത്തിൽ അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു 19ാം അവസാനവും 20ാം ആദ്യമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ നടന്ന കുറെ സാമൂഹ്യ പ്രക്രിയകൾ. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു മൂല്യം എന്ന് പറയുന്നത് ജാതി വിരുദ്ധതയാണ്. ജാതി മേധാവിത്വത്തിനെതിരെ, ജാതിക്കെതിരെ ഒരു മൂല്യബോധമാണ്. മറ്റൊന്ന് അടിമത്തത്തിനും ഐത്തത്തിനെതിരെയുള്ള മൂല്യബോധമാണ്. അപ്പൊ അത് പരിഹരിക്കാനായിട്ട് സാഹോദര്യം എന്നൊരു മൂല്യത്തെ അവർ മുന്നോട്ട് കൊണ്ടു. പിന്നീടുള്ളത് അത് മതകലഹങ്ങളുടെയും മതനവീകരണങ്ങളുടെയും കാലമാണ്. പലതരത്തിൽ പല കൈവഴികളാണ് മതനവീകരണങ്ങൾ. പൊയ്യലപ്പച്ചന്റെ ഒക്കെ PRDS ഒക്കെ ആ ഒരു ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. കലഹം ഉണ്ടാക്കിയിട്ട് അത് ബൈബിളെ കത്തിച്ചിട്ട് പുറത്ത് സഭയൊക്കെ പ്രഖ്യാപിക്കുക. അപ്പൊ അങ്ങനെ അതൊരു മൂല്യമാണ്. അല്ല, അത് കേരളത്തിലെമ്പാടും അത്തരത്തിലുള്ള ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കേരളത്തിലെ അയ്യങ്കാമൂവിന്റെ മറ്റേ വടക്ക് വാക്കുടാനന്ദൻ തൊട്ട് കേരളത്തിലടക്കമുള്ള ആളുകൾ മിശ്രഭോജനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ഈവന്റെ നമ്പൂതിരി സമുദായത്തിൽ പോലും മനുഷ്യത്വം ഉണ്ടാകുന്നതും നമ്പൂതിരി കൊടുക്കാൻ തുടങ്ങുന്നതും ഭക്ഷണം പഠിക്കാൻ തുടങ്ങുന്നതൊക്കെ ഈ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടി വരിക നമ്മൾ എത്രമേൽ ജാതി വിരുദ്ധരാണെന്നുള്ള. ഇപ്പോഴത്തെ സമൂഹം എത്രമേൽ ജാതി വിരുദ്ധരാണ് നോക്കുമ്പോ അല്ല ഏത് മൂല്യം എവിടെ കൊണ്ടുവരുന്ന മതത്തിന്റെ പേരിലുള്ള ഈ ഇത്തരം കോമാളിത്തരങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു സംഗതി അന്നേ ചർച്ചയാവുകയും പല മതങ്ങളിലും വലിയ പിളർപ്പുകൾ ഉണ്ടാവുകയും ചെയ്തു. മതനവീകരണം എന്നുള്ള വാക്ക് പോലും മറന്നുപോയൊരു സമൂഹമാണ്. അത് മാത്രമല്ല പല സമൂഹങ്ങളും ഞങ്ങൾ ജാതിയിൽപ്പെട്ടപ്പം മാധവന്റെ ഇവര് ഹിന്ദുക്കളല്ല, ഓരോ സമുദായങ്ങളും ഞങ്ങൾ ഹിന്ദുക്കളല്ല പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ രംഗത്ത് നാറാട്ടുപുഴയാണെങ്കിലും വള്ളവനാണെങ്കിലും അല്ലെങ്കിൽ കറുപ്പനാണെങ്കിലും തുടങ്ങിയിട്ടുള്ള ഒരു വലിയ മതേതര സാഹിത്യം പോലും കേരളത്തിൽ അക്കാലത്തുണ്ടാകുന്നുണ്ട് അല്ലേ. ഇവരുടെ സ്വതന്ത്ര സമുദായം എന്നുള്ളൊരു പദവിയാണ് സ്വയം ക്ലെയിം ചെയ്തത്. സ്വതന്ത്ര സമുദായ മാധവന്റെ ബുക്കിനകത്ത് ഹിന്ദു ദൈവങ്ങൾ മുഴുവൻ അപകടകാരികളാണ് വളരെ വിശദമായിട്ടാണ് പറയുന്നത്. അല്ല, ജാതി ദൈത്യാരി ഇവിടെ ഉണ്ടായിരുന്ന ജാതി ദൈത്യാരി പോലുള്ള കൃതികൾ വളരെ കൃത്യമായി ജാതിയെ ക്രോസ് വിസ്താരം നടത്തുന്ന അത്തരം കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ മലയാളത്തിലുണ്ടായ ജ്ഞാനോദയം എന്ന് പറയുന്ന കാലഘട്ടത്തിലെ കുറ്റിപ്പുഴ അടക്കമുള്ള ആളുകളുടെ അല്ലെ ചന്ദമേനയിലേക്ക് പോലും നമ്മളത്തെ ഒരു സഹോദരൻ തുടങ്ങിയിട്ടുള്ള ആളുകളിലേക്ക് വരുന്നൊരിതുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്നാല് ഇപ്പോ ഈ അയ്യപ്പ സംഘം നടക്കുമ്പം വാസവൻ മന്ത്രി പറയുന്നത് യഥാർത്ഥ ഭക്തർക്ക് വേണ്ടി മാത്രമാണ് അയ്യപ്പ സംഘം എന്നാണ്. അല്ല, അത് പറഞ്ഞു വന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാസവനും പിണറായിയും ഒക്കെ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരാണെന്ന് സ്വയം സമ്മതിക്കലല്ലേ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സംഘം എന്നാണ്. അപ്പൊ അവിടെ ഒരാൾ പറഞ്ഞു എന്നെ കൂടി പങ്കെടുപ്പിക്കും, ഞാൻ ഭക്തയാണ് എന്നെ കൂടി പങ്കെടുപ്പിക്കണം. പറ്റത്തില്ല. അപ്പം അവിടെ പങ്കെടുപ്പിക്കുന്ന ഭക്തനും ഭക്തയ്ക്കും എന്തോ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണ് അവർ പറയുന്നത്? ഇപ്പൊ ബിന്ദു അമ്മണി ഭക്തയാണ്, അവർ പറഞ്ഞ ഞാൻ ഭക്തയാണ്, എനിക്ക് ആ സംഗമത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്, എന്നെ അനുവദിക്കണം. അപ്പോൾ ബിന്ദു അമ്മണി വരാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയാൻ ഗവൺമെന്റിന് അവകാശമുണ്ട്, ഓർഗനൈസേഴ്സാണ്. എന്തുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് സമാധാനം പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. നിങ്ങൾ ശരിയായ ഭക്തയല്ല അല്ല ഈ പറയുന്നത്. പിന്നെ ആരാണ് ശരിയായ ഭക്തി? പന്തളം രാജാവാണോ അല്ലയോ എന്നുള്ളതാണ് മന്ത്രി വാസവൻ നമ്മളോട് പറയട്ടെ. ആരാണ് ശരിയായ ഭക്തൻ അല്ലെ ഭക്ത? അതിന്റെ മാനദണ്ഡം എന്താണ്? അപ്പോൾ അത് ഈ ഒരു വിവാദത്തെ മറികടക്കാൻ വേണ്ടി ഒരു കെട്ടിച്ചമയ്ക്കുന്ന കാര്യം. രണ്ടാമത് അവർ പറയുന്ന കാര്യം, ഇത് ഞങ്ങൾ വികസനത്തെക്കുറിച്ച് ആലോചിക്കാനാണ്, ആഗോള ശബരിമല വികസനം. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ജീവികളെന്ന നിലയിൽ നമുക്ക് തോന്നുന്ന ആദ്യത്തെ സംശയം,
ഈ ആധുനിക ദേശരാഷ്ട്രം ഏതെങ്കിലും വികസനം നടത്താൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടേതുപോലെ ഇന്ത്യ പോലുള്ള സ്ഥലത്തൊക്കെ, അവിടെ താമസിക്കുന്ന ജനങ്ങളെ വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായം ചോദിച്ചു സമ്മതം മേടിച്ചിട്ടാണോ ചെയ്യാറുള്ളത്? അല്ലല്ലോ. അങ്ങനെ ഒരു കാര്യം ഇന്നുവരെ ചെയ്തിട്ടുണ്ട്. ഇന്നുവരെ നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം വേണ്ട, നിങ്ങൾക്ക് എന്താ വികസനം വേണ്ടത് എന്ന് ചോദിച്ചിട്ടൊന്നും അല്ല ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ അയ്യപ്പോ ശബരിമലയിലെ വികസനം ഭക്തന്മാരോട് ചോദിച്ചിട്ട് വേണം എന്നുള്ള ബുദ്ധി എവിടെ നിന്നാണ് വരുന്നത്? അതെ, ഇതാണ് അതിന്റെ പൊളിറ്റിക്സ്. മനസ്സിലായില്ലേ? അത് അപ്പൊ ആ പൊളിറ്റിക്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ശബരിമല ആഗോള സംഗമം നടക്കും. അയ്യപ്പന്മാർ വരുന്നു, ശബരിമല വികസനത്തെക്കുറിച്ച് എന്തോ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊക്കെ അവർ പറയുന്നത്. തീരുമാനിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ആർ വിത്ത് ഭക്തർ എന്നായി പറഞ്ഞു. ഞങ്ങൾ ഭക്തരോടൊപ്പം, സ്ത്രീ പ്രവേശനത്തോടൊപ്പമല്ല എന്നാണ് ഈ പറയുന്ന കാര്യം. ഇതാണ് അതിന്റെ പൊളിറ്റിക്സ്. അപ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ മുൻകൈയിൽ അത് പറയുമ്പോൾ ഒരു സാംസ്കാരികമായ ശിഥിലീകരണം, ഇവരുടെ അവകാശവാദം മുഴുവൻ വെള്ളത്തിലാകുന്നുണ്ട്. ഞങ്ങൾ പുരോഗമന മതേതരമുള്ളത് തകർന്നു. മാത്രമല്ല, ഇതിനോട് അനുബന്ധമായി നമ്മൾ കാണുന്നത് കഴിഞ്ഞൊരു 4 മാസമായി എം വി ഗോവിന്ദ മാസ്റ്റർ അടക്കം ഏറ്റവും സമുന്നതരായ നേതാവാണ് എം വി ഗോവിന്ദ മാസ്റ്റർ, പാർട്ടിയുടെ സെക്രട്ടറി, മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചാരണം നടത്തുന്നു. അപ്പൊ ഇത് എവിടെയാ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉറപ്പില്ല. കുറെ കാലമേ തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. അതെ. അപ്പൊ ഇപ്പൊ അത് ശക്തിപ്പെട്ടു. അപ്പൊ വളരെ കൃത്യമായി ഹിന്ദു വോട്ട് ബാഗ് ചെയ്യാന്നുള്ള വളരെ കൃത്യമായ ഒരു ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. ഹിന്ദുത്വ അല്ല എങ്കിൽ എന്തിനാണ് ഗവൺമെന്റ് ഇതിൽ നടത്തുന്നത്? അവർ പറയുന്നത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡ് നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് അവിടെ എന്താ റോള്, മന്ത്രിക്ക് എന്താ റോളുള്ളത് വരുന്നത്? അപ്പൊ ഇത് അതിന്റെ പേര് പറഞ്ഞിട്ട് ഗവൺമെന്റ് എന്നാലും ശരിക്കും പറഞ്ഞാല് CPIM അതിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? അത് ഇതിനകത്ത് അങ്ങനെ ആലോചിക്കണം. അതായത് ഇത് ഗവൺമെന്റ് ചെയ്യുന്നു മാത്രം നമുക്കിതിന് മൊത്തം ചിത്രം പിടിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നു, പ്രത്യേകിച്ച് CPM ചെയ്യുന്നു എന്ന് കണ്ടാലേ നമുക്ക് ഇതിന്റെ ഒരു കാര്യം നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഒരേ സമയം മുസ്ലിം വിരുദ്ധമായ വലിയ പ്രചാരണം അഴിച്ചുവിടുക, അതേസമയം ഞങ്ങൾ ഭക്തരോടൊപ്പമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രോഗ്രാം കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുക, സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് അതിപ്പോൾ ചർച്ച ചെയ്യേണ്ടെന്ന് പറയുക. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഭക്തരോടൊപ്പമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു വലിയ പരിപാടി നടത്തുന്നു. ഹിന്ദു വോട്ട് ഹിന്ദുത്വ ശക്തികളിലേക്ക് ഒഴുകിപ്പോയിട്ടുള്ള ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ പണ്ട് BJPയുടെ ഒരു നേതാവ് പറയുന്നുണ്ട്, കേരളത്തിൽ CPIM ഉള്ളോടത്തോളം കാലം BJP അധികാരത്തിൽ വരികയായിരുന്നു ധാരണ. CPIM ഹിന്ദുക്കളുടെ താല്പര്യം, കേരളത്തിലെ ഹിന്ദുക്കളുടെ താല്പര്യം BJP സംരക്ഷിക്കുന്നത് ബെസ്റ്റായിട്ട് ഇവർ ചെയ്യും. പിന്നെ BJPയുടെ ആവശ്യം ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് നാമജപ ഘോഷയാത്രയുടെ ഒരു അവസാന വേർഷനായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇനി കേരളത്തിൽ നാമജപ ഘോഷയാത്ര ആവശ്യമില്ല എന്നാണ് ഇവര് സ്ഥാപിച്ചത്. ഈ സംഭവം നടന്നാൽ പിന്നെ നാമജപ ഘോഷയാത്ര നടത്തണം. അവര് പറയുന്ന കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് അവർക്ക് മുമ്പിൽ ഒരു മുമ്പ് ഒരു ചാടി കഴിഞ്ഞുള്ളതാണ് സത്യത്തിൽ. ബാക്കിയുള്ള പാർട്ടികൾക്ക് എന്താ ഒരു അവസ്ഥയുണ്ട്? അപ്പൊ CPI പോലുള്ള പാർട്ടികൾ ഈ രംഗത്ത് ഒന്നും മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരം പോലും മിണ്ടാതെ വെറും ദാസന്മാരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലുള്ളത്. തീർച്ചയായിട്ടും അത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഈ ഹിന്ദുത്വ അജണ്ടക്കെതിരെയുള്ള അവരുടെ ഒരു യുദ്ധം, ഫാസിസ്റ്റ് വൽക്കരണത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് കേവലമായ ഒരു സംഘടനാ നിലപാടാണ്. BJPക്കും RSSനും എതിരെയുള്ള ഒരു സംഘടനാ നിലപാടാണ്. ഇതൊരു സംഘടനാ നിലപാട് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമല്ല. ഇത് വളരെ സങ്കീർണമായ നമ്മുടെ ജീവിതാവസ്ഥയുടെ ഒരു വളരെ കൃത്യമായ ഒരു ഏരിയ തിരഞ്ഞെടുത്ത് ഈ അനുഷ്ഠാനത്തിൽ ആ ഏരിയയിലൂടെ ഈ BJP RSS ആദ്യം കടന്നു അവർക്ക് അങ്ങനെ കൃത്യമായ അജണ്ട. അതിപ്പം ഹിന്ദു മഹാസഭയുടെ കാലം തൊട്ട് വളരെ കൃത്യമായിട്ട് അവർ ആസൂത്രണം ചെയ്തു പോകുന്നത്. നമ്മളൊരു 1952 RSS ഉണ്ടാക്കുന്ന സംഘടനയാണ് വനവാസി കല്യാൺ. അന്ന് കമ്മ്യൂണിസ്റ്റുകാരും തീവ്രവാദികളായിരിക്കുന്ന കാലമാണ്, കൽക്കട്ട തീസിസിന് തൊട്ട് ശേഷമുള്ളൊരു കാലമാണ്. അവർക്കൊന്നും ആദിവാസികളെ പ്രത്യേകമായി സംഘടിപ്പിക്കണം തോന്നിയിട്ടില്ല.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും തോന്നുന്നില്ല, ആർക്കും തോന്നുന്നില്ല. ഇവരന്നിറങ്ങിയതാ. ഇന്നിപ്പോ വടക്കേന്ത്യയിലെ പല ആദിവാസി മേഖലകളും അവരുടെ കയ്യിലാണ്. മാത്രമല്ല ഗുജറാത്ത് കലാപത്തിന് ആദ്യം ഈ പറയുന്ന വനവാസി കല്യാൺ മഞ്ചിനെയും അതുപോലെ പിന്നെ ഇവരുടെ ഇവരെ കൊണ്ടാണ് ഇവർ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചത്. കൊല്ലാനും തല്ലാനും ഒന്നും ഒരു ബ്രാഹ്മണനും പോയില്ലല്ലോ. പോകേണ്ട കാര്യം ചെയ്തോളൂല്ലോ. നാമജപഘോഷയാത്ര നടത്താനായിട്ട് ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടത് വേണ്ട. അത് NSS ഉദ്ഘാടനം ചെയ്യാൻ മാത്രം അവർ പോയാൽ മതി, അല്ല വേറെ എന്തിലേക്ക് അവർ പോകേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ നടക്കുന്ന അയ്യപ്പ സംഗമം നമ്മൾ കേവലമായ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഗുണം ഇവർക്ക് കിട്ടിയേക്കാം. ആത്യന്തികമായി കേരളം പുറകോട്ട് നടക്കുന്നു. കേരളം നടന്നു കഴിഞ്ഞു. കേരളം ഏതാണ്ട് പരിപൂർണമായി ഇരുട്ടിലേക്ക് വീഴാം. ഇവിടെ ഈ നവോത്ഥാന മൂല്യങ്ങളെ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ എന്താണ് വെള്ളാപ്പള്ളിയാണ് നായകൻ. വെള്ളാപ്പള്ളിയുടെ ഇതിന്റെ അനുബന്ധമാണ്. ഈ അയ്യപ്പ സംഘത്തിന്റെ അനുബന്ധമാണ് ഗുരുവിന്റെ ഇപ്പോഴത്തെ അവതാരം വെള്ളാപ്പള്ളിയാണെന്നൊക്കെ പിണറായി വിജയൻ തന്നെ പറഞ്ഞു. ഗുരുവിന്റെ വഴിയെ എന്തോ ഒരു ഗതികേട് നമുക്ക് അതൊക്കെ ഇതിന്റെ അനുബന്ധമാണ്. ഇതിന്റെ അനുബന്ധമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നത് ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയൊന്നുമല്ല. അങ്ങനെ പറയുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെ അജണ്ട ഇടതുപക്ഷം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു ഗവൺമെന്റിന് ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാന പരിപാടിയെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക? അല്ല, അതിനകത്ത് ഗവൺമെന്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഗവൺമെന്റ് എന്നതിൽ വിടുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കേരളത്തിലെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികൾ എന്നാണ് സ്ത്രീ സൗഹൃദമായിരുന്നിട്ടുള്ളത്. അവർക്ക് അങ്ങനെ ഒരു വീക്ഷണം ഇല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഇടക്കിടക്ക് രാത്രി നടപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന പിന്നെ ഗ്യാസിന് വില കൂടുമ്പോ ഒരു ചെറിയ പരിപാടി. അതെ അതെ. അങ്ങനെ അതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനും അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം കേരളത്തിലില്ല. സ്ത്രീകൾക്ക് എല്ലാ പാർട്ടിക്കാർക്കും തന്നെയാണ്. അത്രയേ ഉള്ളൂ. അതിന് വിധേയപ്പെടാത്ത ഒന്നിനെയും പാർട്ടിയുടെ ഘടന തന്നെ അതിൽ കേന്ദ്രീകൃതമായിട്ടുണ്ടല്ലോ. അത് പിണറായി വിജയന് താല്പര്യമില്ലാത്തൊരു കാര്യം ഇവിടെ നടക്കില്ല. ഇപ്പൊ MA ബേബി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇപ്പം MA ബേബിയാണ് ജനറൽ സെക്രട്ടറി. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വരും, പിണറായി വിജയൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നൊരു കാര്യം, ഇങ്ങനെ പറയുന്നവരല്ലാതെ വേറെ ആരുണ്ട് ഇതിനകത്ത്? ഇത് വലിയൊരു അധപതനത്തിലേക്ക് പോകുന്നതിൽ കേരളം പിന്നോട്ടാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് ഈ സംഘടനത്തെ കുറിച്ച് വരുമ്പോഴേ ഇപ്പൊ NSS അതിനെ പിന്തുണയ്ക്കുന്നു, SNDP പിന്തുണയ്ക്കുന്നു, KPMS യഥാർത്ഥത്തിലാണ് പുന്നല ശ്രീകുമാറിനെ പിന്തുണയ്ക്കുന്നത്. പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. അതെ, അത് ഏത് അർത്ഥത്തിലാണ് നമുക്ക് അതിന്റെ ആ കോൺടെക്സ്റ്റ് മനസ്സിലാവും. പുള്ളിയോട് ചോദിക്കണ്ട. അദ്ദേഹം അതിനെതിരെ വിമർശനം ആദ്യം ഉന്നയിക്കുന്നു, പിന്നെ ഞാൻ പങ്കെടുക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കുമോ എന്നുള്ള കാര്യമൊന്നും ഇപ്പൊ ചർച്ച ചെയ്യണ്ട, ഇപ്പൊ വികസനം ചർച്ച ചെയ്താൽ മതി എന്നൊക്കെ അദ്ദേഹം എങ്ങും തൊടാതെ ആണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ സംഘടനയുടെ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. ഇത് ദളിതരുടെ ഒരു താല്പര്യമല്ല, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്കിത് ശബരിമല സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ കേവലം 10 പേരെ അവിടെ എത്തിക്കുക എന്നുള്ളതല്ല. അത് ഒരു പബ്ലിക് സ്പേസ് എന്ന നിലയിൽ ജനകീയ പ്രശ്നമായിട്ട് അവിടെ ഇടമുണ്ട്, അവകാശമുണ്ട്. ഇവരിതിനെ എതിർക്കാൻ കാര്യം 10 സ്ത്രീകൾ കയറിയാൽ അയ്യപ്പനോട് എഴുന്നേറ്റ് പോകുന്നുള്ളതുകൊണ്ടല്ല. ആദ്യം സ്ത്രീകൾ അവിടെ പ്രവേശിച്ചാൽ രണ്ടാമത് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള പിന്നോക്കക്കാരും നിലവിലുള്ള തന്ത്രിമാർ അപേക്ഷ കൊടുത്താൽ നിഷേധിക്കാൻ പറ്റില്ല. ഈ വൈ ബിക്കോസ് ഇറ്റ് ഇസ് എ പബ്ലിക് സ്പേസ്. അപ്പൊ എല്ലാവരും ബ്രാഹ്മണർ അപേക്ഷിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് ആ സമൂഹം പോകാൻ പാടില്ല എന്നുള്ളത് അത് സമ്മതിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സമ്മതിച്ചു. ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കത് പ്രതിഷേധമില്ല. ശരിക്കും നമ്മൾ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ചില മോഹന സങ്കല്പങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ നടന്ന കേരളം തീർച്ചും ഈ ഒരു പരിപാടിയോടുകൂടി
അതായത് രാഷ്ട്രീയത്തിലേക്ക് മതത്തെ നേരിട്ട് സന്നിവേശിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് രാഷ്ട്രീയത്തിന്റെ അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ഒരു സംശയമില്ല. മാത്രമല്ല ഇത് കേരളം ഈ പാർട്ടി മാത്രമല്ല, CPM മാത്രമല്ല, കേരളം പൊതുവിൽ ഈ ഹിന്ദുത്വ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് കീഴ്പ്പെടുത്തുന്നതിന്റെ ഒരു പ്രകാശനായിട്ടാണ് ഡിക്ലറേഷനാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പൊ ഇവര് പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം ഈ നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പ് പല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗതികളും ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. മറ്റൊരു സമൂഹ സങ്കല്പവും മറ്റൊരു രാഷ്ട്ര സങ്കല്പവും മുന്നോട്ട് വെച്ചിരുന്നു കൊണ്ടുള്ള ഒരു പുതിയൊരു പൊളിറ്റിക്കൽ അവയർനെസ്സിന് മാത്രമേ തടഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. നവോത്ഥാനം സാഹോദര്യം എന്നൊന്നും പറഞ്ഞാൽ ഇതിനെ ഒരു കാര്യമില്ല. തന്നെയല്ല അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ സാമുദായിക ധ്രുവീകരണം. പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് പിന്നോക്കം എന്താണ് ന്യൂനപക്ഷ സംഗമം. എന്താണ് നമ്മൾ സൊസൈറ്റിയെക്കുറിച്ച് അല്ല ജനാധിപത്യത്തെക്കുറിച്ച് നമ്മുടെ ഈ പറഞ്ഞ ഇതിനെക്കുറിച്ചുള്ള ഹ്യൂമനിസത്തെക്കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാട് അവർ ഏത് ക്രൈറ്റീരിയയിലാണ് ജനത്തെ കാണുന്നത്? ഇപ്പം ഇനിയിപ്പം സിഖുകാരൻ്റെ സംഗമം നടത്തുമായിരിക്കും, ഇവിടെ സിഖുകാരില്ല. ഇനി ഇങ്ങനെ ക്രൈസ്തവ സമ്മേളനം ഇത് കൃത്യമായും BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയാണ്. ആ BJPയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനിയിപ്പം BJPയും ഇതും രണ്ടും അഭിന്ന പേരിലഴിച്ചാൽ അവർ തമ്മിൽ അഭിന്നമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ ഉയർന്നു വന്നിരിക്കും. അല്ല, കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ പല മേഖലയിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഈ കാര്യത്തിന് വേണ്ടി പല മേഖലയിൽ അവരുടെ അഭിപ്രായം ഒന്നാണ്. ഈ കേരളത്തിൽ വ്യത്യസ്തമായ സാമുദായിക വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിൽ വ്യത്യസ്ത സമുദായങ്ങളെ അവരെ അഭിസംബോധന ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലെ ദളിതർക്കിടയിൽ അവർ ഇനിയും ഒരു സമുദായമായി രൂപപ്പെടാത്തൊരു വിഭാഗമാണ്. വ്യത്യസ്ത ജാതികളായി തന്നെ തുടരുക, മതവിഭാഗങ്ങളായി തുടരുക, അവർക്ക് അവരുടേതായിട്ടുള്ള സംഘടനകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വിഭാഗം. അവരെ കൂട്ടിയോജിപ്പിക്കാനുള്ള പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. അവർക്കിടയിൽ ഒരു അഭിലാഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കാറ്റഗറിയെ ഒരു വിഭാഗമായി ഇവർ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാരവാഹിത്വമുള്ള ഒരു MLA ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ ദളിതർക്കിടയിൽ ഇങ്ങനെ ഒരു അസംതൃപ്തിയുണ്ട്. അപ്പോൾ ദളിതരുടെ പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാം, നമുക്ക് എന്താ വേണ്ടെന്ന് നിങ്ങളൊരു അജണ്ട തയ്യാറാക്കുന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞ അജണ്ടയല്ല പറഞ്ഞത്, രാഷ്ട്രീയ പരിഗണന അവർക്ക് കിട്ടണം എന്നാ പറയുന്നത്. അതിന് മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജനങ്ങൾക്കിടയിൽ പുതിയ താല്പര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ, ഇത് വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 25-ൽ RSS രൂപീകരിക്കുമ്പോൾ അവർക്ക് അജണ്ടയുണ്ട്. 100 വർഷം കൊണ്ട് ഹിന്ദു രാഷ്ട്രമാക്കി, 100 വർഷം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും. 1. 2, ഒരു ഹിന്ദു സമാജമായി ഇന്ത്യൻ സമൂഹത്തെ പുനഃസംഘടിപ്പിക്കും. നിറയെ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയെ പുനഃസംഘടിപ്പിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായി അതിനെ സംഘടിപ്പിക്കും. അതിൻ്റെ ഒരു ധാർമ്മിക ജീവിതം ഇന്ത്യക്കാരെ കൊണ്ട് ജീവിപ്പിക്കും. ഈ മുസ്ലിങ്ങളോട് പറയുന്നത്, നീ സംസ്കാരം, ഭാരതീയ സംസ്കാരം എന്ന് പറയാൻ മര്യാദയോടെ ഇരുന്നോളെന്നായി പറഞ്ഞത്. ഈ ഭാരതീയ നിയമങ്ങളൊക്കെ പാലിച്ച് ഇവിടെ മര്യാദയ്ക്ക് ഇരുന്നോണം, മിണ്ടാതിരുന്നോണം. ഇതായി പറയുന്ന കാര്യം. അതെ, അതൊക്കെ ഞങ്ങളുടെ സംസ്കാരമെന്ന് പറയാമെങ്കിൽ ഇവിടെ ഇരുന്നോ, എതിര് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പം അവർക്കങ്ങനെ കൃത്യമായ സമൂഹ സങ്കല്പം, രാഷ്ട്രസങ്കല്പം, എത്തിക്സിനെ കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച് സങ്കല്പം, വ്യക്തിയെ സംബന്ധിച്ച് സങ്കല്പം, ഇത്രയും കാര്യങ്ങൾ വെച്ചുള്ള കിറുക്കന്മാരുടെ സംഘടന എന്നാണ് അന്ന് RSSനെ ദേശീയ പ്രസ്ഥാന നേതാക്കൾ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 89-ാമത്തെ വർഷം നിക്കറിട്ട് ശാഖയിൽ പോയ ഒരാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി വരും. അപ്പൊ അവർക്ക് എന്താ നേടേണ്ടതെന്നുള്ള അവർക്ക് ഓരോ ഗ്രാമങ്ങളിലും, ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും വളരെ കൃത്യമായ പ്ലാനിങ്ങും നെറ്റ്വർക്കും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾ ഓരോന്നോരോന്നേരം ആവിഷ്കരിച്ചു വെക്കുന്നത്. അതൊക്കെ അതവരുടെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി. ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ അംബേദ്കർ പാർട്ടി 17 മുതൽ നേരിട്ട് സോഷ്യോ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹം നിരവധിയായ ആശയങ്ങൾ സംഭാവന ചെയ്തു. അതിനെ ഫോളോ ചെയ്ത് ഒരു ജനാധിപത്യ രാഷ്ട്രം ഉണ്ടാക്കണം, ഒരു സോഷ്യൽ ഡെമോക്രസിയിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തെ ഉണ്ടാക്കണം, ഒരു പുതിയ എത്തിക്സ്, സാമൂഹികമായൊരു ധർമ്മബോധം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു മൂവ്മെന്റ്
ഇന്ത്യയിൽ അതിജീവിച്ചില്ല. യാതൊരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, അവർക്ക് ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം നിർമ്മിക്കാനും പറ്റിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ ദേശരാഷ്ട്ര കാഴ്ചപ്പാട് ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു, നാനാത്വത്തിലേകത്തൊക്കെ ആയിട്ടുള്ള. അപ്പൊ അതിനെ ഒരു ഡെമോക്രാറ്റൈസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സവർണ ഓളിഗാർക്കിയുടെ വക്താക്കളായി അവർ സ്വയം മാറി. ഈ സാഹചര്യമൊക്കെ അവർക്ക് ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായിട്ട് മാറിയെന്ന് നമ്മൾ കാണും. അതുകൊണ്ട് ഇനി നമ്മൾ ഇന്ത്യക്കകത്ത് ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഏത് തരം രാഷ്ട്രത്തെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് തുറന്നു പറയണം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ്. നിങ്ങൾക്ക് സോഷ്യലിസ്റ്റ് രാഷ്ട്രം ഉണ്ടാക്കണം, എനിക്ക് ജനാധിപത്യ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതിനകത്ത് കഥയില്ല. രാഷ്ട്രം എന്നത് സമൂഹം എന്തായിരിക്കണം അതിനെക്കുറിച്ച് ഒരു സങ്കല്പം, ഒരു രാഷ്ട്രീയ സങ്കല്പം ഇന്ത്യക്ക്. ആ രാഷ്ട്ര സങ്കല്പം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയിലെ ജനം എന്താണെന്ന് പഠിക്കണം. ഇന്ത്യയിലെ ജനങ്ങൾ എന്താണെന്നും ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്നും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അവർ കോൺഗ്രസിലേക്ക് എത്തും. രാമമനോഹർ ലോഹിയും ഡോക്ടർ BR അംബേദ്കറും ഒക്കെ പറയുന്നതിനകത്ത് ഈ ഘടകങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്ന് അവരാരും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇന്ന് അവരുടെ ചിന്തകളിലേക്ക് ഒരു നടത്തുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതിൽ നിന്ന് രൂപപ്പെടുത്തേണ്ട ആശയം ഒരു രാഷ്ട്രസങ്കല്പമാണ് ഞാൻ പറഞ്ഞത്. ഒരു പൊളിറ്റിക്സ് ആണ് രൂപപ്പെട്ടു വരേണ്ടത്. അതല്ലാതെ ഈ സാമുദായിക ആവശ്യങ്ങൾ, വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും അല്ല. അതൊക്കെ പഴയ കലകലപ്പെട്ട മുദ്രാവാക്യങ്ങൾ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കമ്മ്യൂണിറ്റി എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഇല്ലാതെ അതിനത്തോടു കൂടിയാക്കാനാണ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കട്ടെ. അത് നീതിപൂർവമായി അവർക്കിടയിൽ വിഭവങ്ങളും അധികാരവും പങ്കുവെക്കണം എന്നുള്ളതാണ്. നീതിപൂർവമായിരുന്നു. നീതിയുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിതരണ നീതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് ഇന്ത്യക്കകത്ത് ഒരു മാതൃകയില്ല. അത് കൈവശപ്പെടുന്നവരുടെ കയ്യിൽ ഇരിക്കുക. അപ്പൊ ശരിക്കും നമ്മള് കേരളത്തിന്റെ ഇന്നേ വരെയുള്ള നടപ്പിൽ നിന്നും അതിവേഗം നമ്മൾ പുറകോട്ട് മാറുന്നതിന്റെ ഒരു തെളിവ് തന്നെയായിട്ട് നമുക്ക് ഈ പറയുന്ന ഇതിനെ കാണാൻ പറ്റും. ഒരുപക്ഷെ ഇതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലും ആയിരിക്കാം, അല്ലേ? പഴയ നമ്മളുടെ സംഗതികൾ കൊണ്ട്, പഴയ നമ്മുടെ എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. പുതിയ മതേതരമായ പുതിയ കാഴ്ചപ്പാടുകളും നിലപാടുകളും സമരങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നേ പറ്റത്തുള്ളൂ.